വരദക്ഷിണ അവസാന ഭാഗം. രചന ഊർമിള മിഥിലാത്മജ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി. മുറപ്പെണ്ണിന്റെ ജാരനെ പിടിക്കാൻ നടക്കുവാണല്ലേടാ. തന്നെ മാത്രം മനസ്സിൽ കൊണ്ടിടന്ന് എനിക്ക് അത് തന്നെ വേണം. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ഇഷ്ടാവുന്ന കരുതുന്നത് ഞാൻ പൊട്ടി. കാണേണ്ട എനിക്ക് നിങ്ങളെ ഒരു നിമിഷം പോലും. താൻ ഇതുവരെ ചതിക്കപ്പെടുകയായിരുന്നു. അനി അവൻ തയ്യാറാക്കിയ നാടകത്തിലെ പാവയായിരുന്നു താൻ ഇതുവരെ എന്നോർക്കെ അവന്റെ ദേഷ്യം ഇരട്ടിച്ചു. തന്റെ മുന്നിൽ മുഖം പൊത്തിയിരുന്ന് കരയുന്ന ദസ്യുവിനെ കാണെ അവന്റെ മനസ്സിൽ തന്നോട് തന്നെ വെറുപ്പ് തോന്നിയിരുന്നു. അവൻ പറഞ്ഞ അത്രയും വെള്ളം തൊടാതെ വിഴുങ്ങുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ദസ്യുവിനോട് സത്യാവസ്ഥ ചോദിച്ചറിയാൻ മനസ്സ് കാണിക്കാത്ത തന്റെ മണ്ടത്തരത്തെ ഓർക്കെ അവൻ അപമാനം അനുഭവപ്പെട്ടു. നീ പറയുന്ന കേൾക്കാൻ ഞാൻ അർഹനാണ്. നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കണമായിരുന്നു. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. നീ എന്നോട് ക്ഷമിക്കുക ദസ്യു. അവൻ അവിടെ തോളിൽ കയ്യമർത്തി. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അവിടെ പ്രതികരണം. സർവ്വശക്തിയും എടുത്തവൾ അവന്റെ കവിളിൽ ആഞ്ഞടിച്ചു. താനെന്താ കരുതിയത്? അച്ഛൻ മരിച്ചെന്ന് പോയിരുത്തി അഭിമാനം വിറ്റ് ജീവിക്കുന്നതാണ് ഞാനെന്നോ, അതോ ശരീരം വിറ്റ് ജീവിക്കുന്നവളാണെന്നോ? 10 പുത്തൻ തയ്ച്ച് കാണിച്ച ആരുടെ കൂടെയും കിടന്നു കൊടുക്കുന്നവളാണെന്നോ? ഗതികേടുണ്ടായിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, 3 നേരം വയറു നിറച്ച് ഉണ്ണാൻ കിട്ടാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ വീട്ടിൽ അടുപ്പ് പോയാത്ത ദിവസം പോലും ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ആരോടും പരാതി പറഞ്ഞിട്ടില്ല. ഒരാളുടെയും അടുക്കള തെണ്ടിയിട്ടുമില്ല. പച്ചവെള്ളം കുടിച്ച് വയറ് നിറക്കാൻ ഈ ദച്ചുവിനറിയാം. എന്തിനേറെ പറയുന്നു, വയറ് വിശന്ന് പൊരിയുമ്പോഴും തെച്ചു വെച്ച് വിളമ്പിയ ഫ്രൈഡ് റൈസിന്റെ രുചി പറയുന്ന എൻ്റെ കിച്ചുവിനെ കണ്ടില്ലേ? ഇന്നൊരു പക്ഷെ അത് കേട്ടിരിക്കുന്ന കുട്ടികളുടെ ആരെങ്കിലും അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നോ അതിൻ്റെ രുചി എന്താണെന്നോ ചോദിച്ചാൽ അവിടെ പൊളിയും. എൻ്റെ കുട്ടി പടച്ചുണ്ടാക്കിയ ചീട്ട് കൊട്ടാരം. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഇരിക്കാൻ ഞങ്ങളാരും പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ജീവിതത്തിന് മുമ്പിൽ ഒരിക്കലെങ്കിലും പകച്ചു നിന്നിട്ടുള്ളവന് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ജീവിക്കാൻ വഴിയില്ലെന്ന് കണ്ട 2 തുള്ളി വിഷത്തിൽ ഈ ജീവിതം അവസാനിപ്പിക്കും ഞങ്ങൾ 3 പേരും. അച്ഛൻ പോയിടത്തേക്ക് ഒന്നിച്ചങ്ങ് പോകും. അതിനാരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ആർക്കുമ്പിലും കിടന്നു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നലെ വരെ നിങ്ങളെന്നെ അകറ്റി നിർത്തിയപ്പോഴും അറപ്പോടെ നോക്കിയപ്പോഴും പഠിപ്പും പരിഷ്കാരവും ഇല്ലാത്ത പെണ്ണിനെ മനസ്സിലാക്കാൻ വിഷ്ണു മുതലാളിക്ക് സാധിക്കുന്നുണ്ടാവില്ലെന്ന് കരുതിയത്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു ഏഷ്യയുടെ സ്ഥാനമായിരുന്നെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. മതി വെച്ചു നിർത്ത്. പറഞ്ഞു നീ എങ്ങോട്ടേ പോകുന്നു? ഞാൻ നിന്നെ തള്ളി സമ്മതിച്ചു. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതെന്റെ തെറ്റാണ്. അതിന് നിന്നോട് ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് നീ ഇങ്ങനെ ഉറഞ്ഞുകൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. കലിപ്പിൽ തന്നെയായിരുന്നു അവൻ്റെ മറുപടി. ഓ, അതെങ്ങനെയാണ് വിഷ്ണു സാർ? സാറിന് തോന്നുമ്പോഴേക്കും അടിക്കുക, വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയാം, ഒരു പെണ്ണിൻ്റെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുക, എന്നിട്ട് അവസാനം ഞാൻ ക്ഷമ ചോദിക്കാൻ ഒരുക്കാണെന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നെന്നാണോ? എൻ്റെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്ത്. നിങ്ങൾ തല്ലി നോവിച്ച എൻ്റെ ശരീരത്തെ ഉത്തരം കിട്ടേണ്ട എൻ്റെ അവകാശമാണ്. അത് അംഗീകരിക്കാൻ പോലും നിങ്ങൾ തയ്യാറല്ല. ഇനി നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ യാതൊരു സ്ഥാനമില്ല വിഷ്ണു. മതിയായി. മനസ്സിൽ കൊണ്ടുവരുന്ന ഇഷ്ടവും സ്നേഹമില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾ എൻ്റെ മുമ്പിൽ വരരുത്. നിക്കടി, എനിക്ക് പറയാനുള്ള കേൾക്കാൻ വേണ്ടിയാ നിന്നെ ഇവിടെ കൊണ്ടുവന്ന്. അല്ലാണ്ട് നീ പറയുന്ന കേട്ട് മിണ്ടാ തിരിച്ചു പോകാനല്ല. ഞാൻ പറയും, നീ അത് കേൾക്കും. നിർത്തണം. കലിപ്പൻ്റെ കാന്താരിക കഥയിൽ വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ജീവിതത്തിൽ എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. കഴിഞ്ഞുപോയ 5 നിമിഷത്തിന് മുമ്പ് വരെ എനിക്ക് നിങ്ങൾ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാ നിങ്ങൾ തല്ലിയപ്പോൾ മിണ്ടാതെന്ന് കൊണ്ടതും അസഭ്യം പറഞ്ഞാൽ കേട്ടുന്നു. ഇനി അതിൻ്റെ ആവശ്യമില്ല. ദച്ചുവിൻ്റെ മനസ്സിൽ വിഷ്ണു മരിച്ചു കഴിഞ്ഞു. അതും പറഞ്ഞവൾ തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സ് വല്ലാതെ നോവുന്നുണ്ടായിരുന്നു വിഷ്ണുവിന്. പറയാൻ കരുതി വന്ന കാര്യം പറഞ്ഞതുമില്ല. അവളുടെ മനസ്സിൽ വെറുപ്പ് സമ്പാദിക്കുകയും ചെയ്തു. പക്ഷെ അനിയുടെ ലക്ഷ്യം അവൾ അറിയിച്ചേ മതിയാവൂ. അതിനെ അവൾ എത്ര ദേഷ്യപ്പെട്ടാലും ഉറച്ച തീരുമാനത്തോടെയാണ് അവൻ വീട്ടിലേക്ക് മടങ്ങിയത്. അമ്മേ, വിശക്കണു, തിന്നാനൊന്നുമില്ലേ? വഴിയിൽ നിന്നേ വിളിച്ചു കൂവിക്കൊണ്ടാണ് കിച്ചു കയറി വന്നത്. ഓ, കിടന്ന് കാറാതിരി, നാട്ടുകാരനിപ്പോൾ ഓടി വരുമല്ലോ. അയ്യടാ, ദേച്ചേച്ചിക്ക് അറിയില്ല എൻ്റെ വിഷമം. ഞാനിന്ന് ചോറെടുക്കാൻ മറന്നുപോയി. വിശന്നിട്ടാണ് ഈ മനുഷ്യൻ്റെ കുടല് കരിയുക. വർത്താനം പറയാൻ നേരമില്ല, വേഗം തിന്നാൻ കൊണ്ടുപോവാ. അതും പറഞ്ഞ് മേശപ്പുറത്ത് കയറി ഇരിപ്പുറപ്പിച്ച കിച്ചുവിൻ്റെ തലയിൽ ഒരു തട്ടും കൊടുത്ത് അടുക്കളയിലേക്ക് നടക്കുമ്പോഴും കിച്ചു സ്കൂളിലെ വിശേഷങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ചിരിച്ചു കളിച്ച് എല്ലാവർക്കും മുമ്പിൽ അഭിനയിക്കുമ്പോഴും മനസ്സിൽ വിഷ്ണുവേട്ടൻ പറഞ്ഞ വാക്കുകളായിരുന്നു. ഇത്രയും നീചനായിരുന്നു അയാൾ. അനി ഇന്നലെ വീട്ടിൽ വെച്ച് കണ്ടപ്പോഴേ ശ്രദ്ധിച്ചാണ് അയാളുടെ മുഖത്തെ ഭാവമാറ്റം. പക്ഷേ ഇങ്ങനെയൊരു വൃത്തികെട്ട ചിന്ത മനസ്സിലുണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. തൽക്കാലം അമ്മയും കിച്ചുവെന്ന് അറിയണ്ട. എന്തിനാ അവരെ കൂടി സങ്കടപ്പെടുന്നു? വെറുതെ ഓരോന്ന് ചിന്തിച്ചു. ചേച്ചിയെ സ്വപ്നം കണ്ടിരിക്കാണ്ട് തിന്നതായോ? കിച്ചുവിൻ്റെ അലർച്ച കേട്ടാണ് ചിന്തകളിൽ നിന്ന് അവൾ ഉണർന്നത്. ദേ വരുന്നടി കുറുമ്പി. അതും പറഞ്ഞ് അവൾക്ക് മുമ്പിൽ ഭാസ്കരേട്ടൻ്റെ ചായപീടികയിൽ നിന്ന് വാങ്ങിയ ബിരിയാണി പൊതി തുറന്നു വെക്കുമ്പോൾ ആ കണ്ണുകളിൽ കണ്ട തിളക്കത്തിൽ കണ്ണീരിൻ്റെ കലകൂടി പൊടിഞ്ഞിരുന്നോ എന്ന് തോന്നി. മുന്നിൽ നിവർത്തിയ പൊതിയിലും എന്നെയും മാറി മാറി നോക്കുമ്പോഴും പെണ്ണിൻ്റെ കണ്ണ് നിറഞ്ഞവൾ എന്നെ ഇടുപ്പിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു. അവളുടെ കണ്ണുനീരിൻ്റെ ചൂട് ഇട്ടിരുന്ന ടോപ്പ് നനച്ച് വയറിലറിഞ്ഞപ്പോഴാണ് പെണ്ണ് വിങ്ങിപ്പൊട്ടുന്നത് കണ്ടത്. അയ്യേ, എന്താ ഇത്? എൻ്റെ കുറുമ്പിക്കുട്ടി കരയുവാണ്. അനത്തിന് മുമ്പിൽ കരയരുത് മോളെ.
ഈ ഒരു നേരത്തെ അന്നം കിട്ടാതെ എത്രയോ കുരുന്നുകൾ എവിടെയെങ്കിലുമൊക്കെ കരയുന്നുണ്ടാവും. വിശപ്പിൻ്റെ വില എൻ്റെ കിച്ചൂട്ടിക്ക് ചേച്ചി പറഞ്ഞു തരേണ്ടല്ലോ. കിട്ടിയ അന്നത്തിന് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ഒരു വറ്റു പോലും കളയരുത്. പൊതിയിൽ നിന്ന് ഒരു ഉരുള വാരി അവിടെ വായിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും കുഞ്ഞിക്കൈ എനിക്ക് നേരെ ഒരു ഉരുള നീട്ടിക്കഴിഞ്ഞിരുന്നു. അതും വാങ്ങിക്കഴിച്ച് അവിടെ മുടിയിൽ തലോടി മുഴുവൻ കഴിക്കണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നടക്കുമ്പോൾ കണ്ടു. വാതിലിൽ തന്നെയും കിച്ചുവിനെയും നോക്കിക്കൊണ്ട് സാരി തലപ്പിനാൽ കണ്ണുനീർ തുടക്കുന്ന അമ്മയെ. ചെറിയൊരു ചിരി സമ്മാനിച്ച് തൊഴുത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അമ്മ മേലെ ഒഴിഞ്ഞ കാതിൽ തലോടിയിരുന്നു. അത് പിന്നെ അമ്മേ, കമ്മലിട്ടിട്ട് ചെറിയ ചൊറിച്ചിലുണ്ടായിരുന്നു. പഴുത്താലൊന്ന് ഓർത്ത് ഊരി വെച്ചതാ. കള്ളം പറഞ്ഞ ശീലന്റെ കുട്ടിക്ക് ആരുടെ മുന്നിൽ അഭിനയിച്ചാലും അമ്മയുടെ മുന്നിൽ അത് വേണ്ട. അതും പറഞ്ഞ അമ്മ മൂർത്താവിൽ ചുംബിക്കുമ്പോൾ അറിയാതെ മിഴികൾ നിറഞ്ഞിരുന്നു. പ്രതീക്ഷ പോലെ കണക്കൊപ്പിക്കാൻ ഇപ്രാവശ്യം ഒത്തില്ല അമ്മേ. കയ്യിലൊന്നുമില്ലായിരുന്നു. പൊന്നിട്ട് നടന്നിട്ട് എന്തിനാ? അവളുടെ കൊച്ചു കൊച്ച ആഗ്രഹങ്ങൾ നമ്മളല്ലാതെ ആരാ നടത്തി കൊടുക്കുക? ഒത്തിരി പൈസ ഒക്കെ നല്ല പണയം വെച്ച് വരുന്ന ആഴ്ച തിരിച്ചെടുക്കാം. അത്യാവശ്യം ഒന്ന് പിടിച്ചിരിക്കാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. സാരല്ലടാ കണ്ണ, അമ്മക്ക് പരാതിയില്ല. അമ്മക്കറിയാം എൻ്റെ കുട്ടി അനാവശ്യമായിട്ടൊന്നും ചെയ്യില്ലെന്ന്. അമ്മയുടെ ആൺകുട്ടിയിലെ നീ. അവരവളെ ചേർത്ത് പിടിച്ച്. ഇനിയും കാര്യം പറഞ്ഞില്ലെങ്കിൽ പെണ്ണ് കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അമ്മയോട് കാര്യം അവതരിപ്പിച്ച്. ആദ്യം മുതൽ അവസാനം വരെ വള്ളിപുള്ളി വിടാതെ പറഞ്ഞു തീർന്നു. മറുകരണത്തിൽ അമ്മയുടെ വക വെടിക്കെട്ട് കാണുന്നു. വൈകിട്ട് പെണ്ണടിച്ചതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. അതിനു പുറകെ അമ്മയുടെ വക. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോടാ. ഒരു പെങ്കൊച്ചിന്റെ മനസ്സറിയാത്ത നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? അവൾ ആ കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാത്തൊന്നല്ലല്ലോ. ഏതോ ഒരുത്തം പറഞ്ഞു കേട്ട് പെണ്ണിനെ തല്ലിയെന്ന്. ആരാണോടാ നീയൊക്കെ? ചെറുപ്പക്കാരി പിള്ളേർക്ക് ഇപ്പോൾ ഒരു ധാരണയുണ്ട്, പെണ്ണെന്ന് പറഞ്ഞ അവന്മാർക്ക് തല്ലി കളിക്കാൻ വീട്ടുകാർ വാങ്ങിക്കൊടുക്കുന്ന പാവയാണെന്ന്. ചോരയും നീരുള്ള ഒരു മനുഷ്യജീവിയാണ് അവളെന്ന് കരുതാൻ അവന്മാർക്ക് ബുദ്ധിയില്ല. അങ്ങനെ ഒരു സമൂഹത്തിന്റെ വിത്തായി പോയി നീയും. കാണേണ്ട എനിക്ക് നിന്നെ. അതും പറഞ്ഞ അമ്മ മിണ്ടാണ്ട് ഇറങ്ങിപ്പോകുമ്പോഴും വല്ലാത്തൊരു നീറ്റലായിരുന്നു മനസ്സിൽ. ഇനി എന്ത് ചെയ്യും? അവളെ സത്യം അറിയിക്കാൻ മുന്നിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കിച്ചു. വേണ്ട, ചെറിയ കുട്ടികളെ അവള്. വെറുതെ എന്തിനാ കുഞ്ഞു മനസ്സിൽ തീ കോരിയിടുന്നു? എന്തെങ്കിലും വഴി കാണിക്കാതിരിക്കില്ല ദൈവം. വിഷ്ണുവിനോട് നീ ക്ഷമിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മോളെ. അവൻ ചെയ്ത് വലിയ തെറ്റാ. ഒരു പെൺകുട്ടിയെ കൈനീട്ടിയടിക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അടുക്കളപ്പുറത്ത് അമ്മയുടെയും ദച്ചുവിനെയും സംസാരം കേട്ടാണ് വാതിൽക്കൽ മറിഞ്ഞെന്ന്. ദൈവമേ, സഹായം ചോദിച്ചെന്ന് എന്നെ സഹായിച്ചില്ല. എരുതിയിൽ എണ്ണൊഴിക്കണം അമ്മ, അവൻ മനസ്സിലോർത്തു. ദച്ചു പക്ഷെ ഇന്നലെ മോളെ കൈവിട്ട് പോകുന്ന ഉറപ്പായപ്പോഴാണ് അവൻ എന്നോട് കാര്യം പറഞ്ഞു. പുറത്ത് ദേഷ്യം കാണിച്ച് നടന്നാലും ഉള്ളിൽ മോളോട് ഒത്തിരി ഇഷ്ടമുണ്ടെന്ന് ഇന്നലെ അമ്മായിക്ക് മനസ്സിലായത്. ആ പയ്യൻ അനി, അവൻ എങ്ങനെയാ മോളോട്? എപ്പോഴെങ്കിലും മോശമായിട്ട് വല്ലതും പെരുമാറിയിട്ടുണ്ടോ? മോളുടെ ശ്രദ്ധയിൽ അങ്ങനെ വല്ലതും പെട്ടിരുന്നു? ഇല്ല അമ്മായി, എൻ്റെ നല്ലൊരു സുഹൃത്താണ് അനി. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞു കേട്ട് നന്നായിട്ട് കെയർ ചെയ്യും. എന്നെ സംബന്ധിച്ച് അനി കടയിലുള്ളൊരു സമാധാനമാണ്. കസ്റ്റമേഴ്സ് കൂടുതലുള്ള ദിവസങ്ങളിൽ അനിയാണ് എൻ്റെ കൂടെ കൂടിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നല്ല ആളമ്മായി. അമ്പടി കള്ളി. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിലും മനസ്സിലുള്ളത് ചൂടുന്നെടുക്കാൻ ഈ പെണ്ണുങ്ങൾക്കൊരു പ്രത്യേക കഴിവാണ്. നയത്തിലും തഞ്ചത്തിലും എങ്ങനെ ചോദിക്കണമെന്ന് അവരാരും പറഞ്ഞു കൊടുക്കേണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. അമ്മയൊരു സംഭവമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവൻ മനസ്സിലോർത്തു. മോളുടെ ആ ധാരണ ശരിയാണെന്ന് അമ്മായിക്ക് തോന്നില്ല മോളെ. അതെന്താ അമ്മായി ഇപ്പം ഇങ്ങനെ തോന്നാൻ? സത്യയുടെ നല്ലൊരു സുഹൃത്ത് എന്നല്ലുപരി ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. മോളെ സംശയം ഉണ്ടായിട്ടല്ല കുട്ടി. അമ്മായിയുടെ തെച്ചു തെറ്റിയില്ലെന്ന് അമ്മായിക്ക് നല്ലോണം അറിയാം. എന്നെക്കാൾ വിശ്വാസം എനിക്ക് നിന്നെ. പക്ഷേ ആ പയ്യൻ, അവനാള് ശരിയല്ല. വിഷ്ണു ആദ്യം പറഞ്ഞപ്പോൾ ഞാനും വിശ്വസിച്ചില്ല. അവൻ കുശുമ്പുകൊണ്ട് പറയുന്നതാണെന്നാണ് കരുതിയത്. പക്ഷേ ആ ഫോട്ടോ കണ്ടപ്പോഴാണ് കാര്യം സത്യമാണെന്ന് മനസ്സിലായത്. ഫോട്ടോയോ? ഏത് ഫോട്ടോ? അമ്മ ഇത് ഏത് ഫോട്ടോയുടെ കാര്യം പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോളെ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ആദ്യം ആ പയ്യൻ വിഷ്ണുവിനോട് പറഞ്ഞു. ആദ്യം എൻ്റെ സൽപുത്ര അവനെ വഴി തടഞ്ഞിർത്തിയതിൻ്റെ വാശിക്ക് പറഞ്ഞാണെന്ന് കരുതാം. പക്ഷേ പിന്നീട് അവൻ്റെ ഫോണിലേക്ക് വന്ന ഫോട്ടോസ് എല്ലാം നിങ്ങൾ തമ്മിലുള്ള പ്രണയം വിളിച്ചു പറയുന്നതായിരുന്നു. അമ്മായി എന്താ ഈ പറയുന്നത്? അനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഫോട്ടോയും ഞാനും ഇനി ഒന്നിച്ചെടുത്തിട്ടുമില്ല. പിന്നെ ഇങ്ങനെ ഫോട്ടോസ് വരാനാ? അമ്മായി കള്ളല്ല മോളെ പറയുന്നത്. വിഷ്ണുവിൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഫോട്ടോയും മെസ്സേജും എല്ലാം. പക്ഷെ അനി അങ്ങനെ ചെയ്യില്ല. വിശ്വസിക്കാനാവാതെ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടന്നു. അമ്മ അവളെ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളത് കേട്ടിരുന്നില്ല. ഞെട്ടിത്തരിച്ചിറങ്ങി നടക്കുന്ന അവളെ കാണാൻ സങ്കടം തോന്നി അവന്. പതിവ് പോലെ കൂട്ടുകാരോട് കത്തിയടിച്ച് ആൾത്തറയിൽ ഇരിക്കുമ്പോഴാണ് ദച്ച് ഓടിക്ക് ദച്ച് വരുന്നത് കണ്ടത്. കിച്ചു ആദ്യം തന്നെ പോയി കഴിഞ്ഞിരുന്നു. ഇവളൊന്ന് വൈകിയാണ് ബസ് പോവുകയും ചെയ്തു. കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പെണ്ണ് വീർത്ത് കെട്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ചെറിയൊരു വേദന തോന്നി. കവിളിലെ ചോര കല്ലിച്ച പാട് മാഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കണ്ടപ്പോൾ എന്തോ വല്ലാത്ത കുറ്റബോധം തോന്നി. പനി കഴിഞ്ഞേറ്റ ക്ഷീണം മുഖത്ത് നന്നായിട്ട് അറിയാനുണ്ട്.
കരഞ്ഞു തളർന്ന കൺപോളകൾ കനം വെച്ചിരിക്കുന്നു. കാതിലെ ഭംഗിയുള്ള ചെറിയ മഴത്തുള്ളി കമ്മലിന് പകരം വരവിൻ്റെ ചെറിയൊരു മുട്ടുകമ്മൽ. അതും പെണ്ണിന് അഴകാണ്. പക്ഷേ ആ മഴത്തുള്ളികളോളം ഭംഗി പോരാന്ന് തോന്നി. അവളിലെ ചെറുമാറ്റം പോലും മിഴികൾ കൊണ്ട് അളന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് അനിയുടെ ബൈക്ക് വരുന്നുണ്ട്. ചോര തിളച്ചു തുടങ്ങിയിരുന്നെങ്കിലും കടിച്ചു പിടിച്ച് നിന്നു. ഹലോ ദച്ചു, എന്നാടോ ഇന്നും ബസ് പോയോ? ആ, ഇപ്പോൾ പോയതേ ഉള്ളൂ. ഞാൻ വീട്ടിൽ നിന്നാണ് കുറച്ച് ലേറ്റ് ആയിടോ. എന്നാ പിന്നെ നമുക്ക് പോയേക്കാം എന്ന് പറയുമ്പോഴും അനി വിഷ്ണുവിനെ നോക്കിയൊരു പരിഹാസിച്ചിരിക്കുന്നു ദച്ചു ശ്രദ്ധിച്ചിരുന്നു. അവൻ്റെ പരിഹാസം സഹിക്കവയ്യാതെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നിലത്തേക്ക് ദൃഷ്ടി ഊന്നിയിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി. അയ്യോ, എന്തിനാ അനി ബുദ്ധിമുട്ടുന്നേ? എന്നെ വിഷ്ണുവേട്ടൻ കൊണ്ടുവിടും. ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ സംസാരിക്കാൻ പോയതാ. എന്താ വിഷ്ണുവേട്ടാ ഇത്? എത്ര നേരാന്ന് വിചാരം? ഇനി വയ്യ ശരിയാവില്ല കേട്ടോ, വാ വേഗം. അവൾ വിഷ്ണുവിനെ നോക്കി വിളിച്ചു പോകുമ്പോൾ അന്തം വിട്ട് അവളെ മിഴിച്ചു നോക്കിയായിരുന്നു വിഷ്ണു. കണ്ണു തള്ളി നിൽക്കുന്ന കണ്ടില്ലേ കള്ളൻ. ഇങ്ങോട്ട് വാ മനുഷ്യ, പോണ്ടേ നമുക്ക്? പെണ്ണിന്റെ വർത്താനം കേട്ട് കണ്ണു തള്ളി നിൽക്കാനല്ലാതെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വിഷ്ണുവിന് കഴിഞ്ഞിരുന്നില്ല. കണ്ടില്ലേ അനി, പാവം വിഷ്ണുവേട്ടൻ ഭയങ്കര ദേഷ്യക്കാരനാ. ഞാൻ അനിയോട് വർത്താനം പറയുന്ന പോലും ഇഷ്ടമല്ല, അതുകൊണ്ട് പിണങ്ങി നിൽക്കുന്ന ഭയങ്കര പൊസസീവാ പുള്ളി. ഈ വിഷ്ണുവേട്ടൻ്റെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അനി പൊക്കോളൂ. അതും പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോഴും വലിഞ്ഞു മുറുകിയ മുഖവുമായി ദേഷ്യത്തോടെ അനി അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവൾ ശ്രദ്ധിച്ചിരുന്നു. എന്താ വിഷ്ണുവേട്ടാ ഇത്? ഞാനും അനിയും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ, അതുകൊണ്ടൊന്നും മിണ്ടിയെന്നല്ലേ ഉള്ളൂ. അതിനിങ്ങനെ പിണങ്ങിയാലോ? ഞാനിങ്ങ് വന്നില്ലേ. ചെറിയ മക്കളെ സ്വഭാവ കള്ളൻ. അവൻ്റെ കവിളിൽ നുള്ളി പറയുന്ന അവളെ കണ്ടപ്പോൾ വിഷ്ണുവിന് തലയിറങ്ങുന്ന പോലെ തോന്നി. മുന്നിൽ നടക്കുന്നൊന്നും വിശ്വസിക്കാനാവാതെ ദച്ചുവിനെ തന്നെ നോക്കിയിരിക്കുന്ന വിഷ്ണുവിൻ്റെ കൂട്ടുകാരെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ടവൾ വിഷ്ണുവിൻ്റെ വയറിൽ നുള്ളി. സ്വബോധം വീണ്ടെടുത്ത് വിഷ്ണു ഒന്നും മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി. നമുക്ക് പോവണ്ട ഏട്ടാ, വേഗം വണ്ടി എടുക്ക്. അവളുടെ വാക്കുകൾ കേട്ട വിഷ്ണു യാന്ത്രികമായി തലയാട്ടിക്കൊണ്ട് വണ്ടിയിൽ കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഭാവമാറ്റമൊന്നുമില്ലാതെ അവൻ്റെ ബൈക്കിൽ കയറിയിരുന്ന അവളെ കണ്ട് അനി ദേഷ്യത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ട് ദച്ചു മനസ്സിൽ ചിരിച്ചു. മോനെ അനി, നിനക്കുള്ള പണി ദച്ചു വെച്ചിട്ടുണ്ട്. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. പരസ്പരം ഒന്നും മിണ്ടാതെ തന്നെ യാത്ര തുടർന്നു. പെട്ടെന്നായി ദച്ചു വിഷ്ണുവിന്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ കയ്യിലെടുത്ത്, വെക്കിടി എന്റെ ഫോണോടെ, തോന്നിവാസം കാണിക്കുന്നു. നീ എന്തിനാടി എന്റെ ഫോൺ എടുക്കുന്നത്? തിരിച്ചു വെക്കാൻ. ഒച്ചയിട്ട തള്ളി താഴിടും. ഞാൻ മര്യാദക്ക് മിണ്ടാതിരുന്നു. പറഞ്ഞതും ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇനി ഞാൻ പറയും, വിഷ്ണു അനുസരിക്കും. ഇങ്ങോട്ട് വലിയ ചോദ്യമൊന്നും വേണ്ട. ഇന്ന് തൊട്ട് നിങ്ങൾ എന്റെ അടിമയാ. നീ എന്ത് തേങ്ങയടി കോപ്പയെ പറയുന്നത്? നീ പറഞ്ഞപ്പോ ഒന്ന് കടവരെ കൊണ്ടുവിടാന്ന് കരുതിയതാ. അപ്പൊ തലി കയറി നിരങ്ങുന്നോ? മര്യാദക്കല്ലെങ്കിൽ ഇവിടെ ഇറക്കി വിടും ഞാൻ. എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഇറക്കി വിടാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഫോണിന്റെ കാര്യം പിന്നെ ചിന്തിക്കേണ്ട. നടു റോഡിൽ എറിഞ്ഞ് പൊട്ടിക്കും ഞാൻ. എടി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക കേട്ടോ. മര്യാദക്ക് തിരിച്ചു വിടും എന്റെ ഫോൺ. അതും പറഞ്ഞ് വിഷ്ണു തിരിഞ്ഞു നോക്കിയതും ഫോൺ തറയിലെറിയാൻ തുടങ്ങുന്ന ദച്ചുവിനെയാണ് കണ്ടത്. എടി എന്റെ 20,000 ഫോൺ അടി, കളിക്കാതെ തിരിച്ചടി. ഞാൻ ഇറക്കി വിടത്തില്ല, സത്യം. ഫോൺ തിരിച്ചാ. അതിനെ വഴിക്കുവാ. മര്യാദക്കാണ് ഈ ഫോൺ കടയിലെത്തുമ്പോൾ തിരിച്ചു തരും. അല്ലെങ്കിൽ പിന്നെ സ്വപ്നം പോലും കാണണ്ട. മോനെന്നാ മര്യാദക്ക് ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു തന്നേ. നിനക്കെന്തിനാടി എന്റെ ഫോണിന്റെ പാസ്വേഡ്? എടി ഇതൊക്കെ എന്റെ പ്രൈവസിയാ. മര്യാദക്ക് എന്റെ ഫോണിൽ തന്നോ. പറയുന്നതോ ഞാൻ ഫോൺ നിലത്തിടണോ? കളിക്കാതെ ഫോണിൽ താവണ്ടേ. നിനക്ക് എന്താടി ഇതിൽ കാര്യം? അത് തന്നോട് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പാസ്വേഡ് പറയുന്നുണ്ടോ മര്യാദക്ക്? ദച്ചു, അവൻ ദേഷ്യത്തിലാണ് വിളിച്ച്. ഞാൻ ഫോണിപ്പോൾ താഴെയിടും, മര്യാദക്ക് പറയുന്നുണ്ടോ? അതും പറഞ്ഞവൾ കൈയോർത്ത് വന്ന അവന്റെ ശബ്ദം. എടി കോപ്പെ പാസ്വേഡ് അടി പറഞ്ഞ് ദച്ചു, DACHU. കണ്ണും തള്ളിയിരിക്കുന്ന പെണ്ണിനെ കണ്ണാടിയിലൂടെ കണ്ടെങ്കിലും ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന കള്ള അവൾക്കുമ്പിൽ പൊളിഞ്ഞതിന്റെ ചമ്മൽ കാരണം അവനവരുടെ മുഖത്ത് നോക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ആഹാ, അത് കൊള്ളാലോ മോനെ. എന്നെ കൊള്ളില്ല, പക്ഷെ എൻ്റെ പേര് കൊള്ളാം അല്ലേ? അങ്ങനെ വരട്ടെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അവൾ അവനെ പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട് ഫോൺ ഓപ്പണാക്കി. ഗ്യാലറിയിൽ വാട്സാപ്പ് ഫോട്ടോസ് നോക്കിയപ്പോൾ മുന്നിൽ തെളിഞ്ഞു വന്ന ചിത്രങ്ങൾ അവൾക്ക് വിശ്വസിക്കാനായില്ല. താനും അനിയും തമ്മിൽ പറ്റിച്ചേർന്നിരിക്കുന്ന ചിത്രങ്ങൾ. ഒരിക്കൽ പോലും താൻ അനിയോട് ഇത്ര ക്ലോസ് ആയിട്ട് ഇടപഴകിയിട്ടില്ലെന്ന് അവൾ ഓർത്തു. മുന്നിൽ തെളിഞ്ഞു വന്ന ഓരോ ചിത്രങ്ങളും ചുട്ടുപൊള്ളിക്കുന്ന പോലെ തോന്നിയവൾക്ക്. വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു. എന്നാലും എന്തിനായിരിക്കും അനി തന്നോട് ഇങ്ങനെ ചെയ്ത്? തനിക്ക് അയാൾ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. പക്ഷെ തൻ്റെ വിശ്വാസത്തെയും സൗഹൃദത്തെ അയാൾ മിസ്യൂസ് ചെയ്തിരിക്കുന്നു. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു മറുപടി കൊടുത്തേ പറ്റൂ. അതും വിഷ്ണുവേട്ടനെ മുന്നിൽ നിർത്തി. എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുവാടി, കടയെത്തിയതുണ്ടില്ലേ? ഒന്ന് വേർങ്ങ്. കോളേജ് പിള്ളേർക്ക് വരുന്ന സമയം. നീ എൻ്റെ പുറകിൽ കയറി എന്നുള്ള ചാൻസ് കളയാതെ. ഓഹോ, അങ്ങനെയാണോ? നിങ്ങളുടെ വിചാരം നിങ്ങൾ ആരാന്നാ? മുഖത്ത് മുഴുവൻ കാടും പിടിപ്പിച്ച് നരച്ചു വരച്ച ഷർട്ട് ഒരു പൊട്ട ബൈക്കായി കഴിഞ്ഞാൽ പെൺപിള്ളേർ ക്യൂ നിൽക്കുന്ന വിചാരം. രണ്ടേച്ചാലും മതി. പൊട്ടന് ലോട്ടടിച്ച പൊട്ട നിങ്ങൾക്ക്. ഓ, ഞാനതങ്ങ് സഹിച്ചു. എന്നിട്ട് ബസ് പോയപ്പോൾ കൊണ്ടുവിടാൻ എൻ്റെ പൊട്ട ബൈക്കും പൊട്ടന് ലോട്ടറി അടിച്ച പോലത്തെ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് നിന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയൊന്നും വന്നില്ലല്ലോ. അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു നിർത്തി. ആര് പറഞ്ഞു വന്നില്ലെന്ന്? അനിയേട്ടൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ടാക്കുന്നു. ഞാനാ വേണ്ടാന്ന് പറഞ്ഞു. അയ്യോടാ,
എന്നാ പിന്നെ പോവരുതോ? എന്നാ പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ എന്റെ പിറകെ വലിഞ്ഞേറിയത്? ഉള്ളിൽ വന്ന ദേഷ്യം മുഴുവൻ എൻ്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. ഓ, എന്നാ പറയാനാ, നാട്ടുകാർക്കൊക്കെ വല്ലാത്ത അസൂയ. നാളെ ഇനി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ആർക്കറിയാം. ഇപ്പം തന്നെ വീട്ടുകാരെന്നെ വിളിച്ചു തുടങ്ങി, അഴിഞ്ഞാട്ടക്കാരിയെന്ന്. ഇനി നാട്ടുകാരെ കൂടി അറിയിച്ചിട്ടെന്തിനാ? അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അതും പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് കടക്ക് പുറത്ത് തങ്ങളെ തന്നെ തുറച്ചു നോക്കി നിന്നിരുന്ന അനിയെ കണ്ടത്. ഉള്ളിലുള്ള ദേഷ്യം കുതിച്ചു പൊങ്ങിയെങ്കിലും കടിച്ചമർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ വണ്ടി തിരിച്ച് മടങ്ങിപ്പോകാനൊരുങ്ങുന്ന വിഷ്ണുവിനെയാണ് കണ്ടത്. വിഷ്ണുവേട്ടാ, പൂവാണോ? വാക്കുകളിൽ തേനൊലിപ്പിച്ച് അവൾ വിളിക്കുന്ന കേട്ട് വിഷ്ണു തിരിഞ്ഞു നോക്കി. ഇല്ലടി, ഞാനിവിടെ സ്ഥിരതാമസാക്കാം, എന്തേ? അതും പറഞ്ഞാൽ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും വന്ന അടുത്ത ചോദ്യം. വൈകിട്ട് വരില്ലേ എന്നെ കൂട്ടാൻ? ആ, പെട്രോൾ നിന്റെ കൊച്ചാ പഠിച്ചു തരുമോ? ഇല്ല, എൻ്റെ അമ്മായിൻ്റെ മോൻ അടിക്കും. ഉരുളക്കുപ്പേരിപ്പോൾ അവിടെ വർത്താനം കേട്ട് വിഷ്ണു ഒന്നും മനസ്സിലാതെ അവളെ നോക്കി നിന്നു. ഭദ്രകാളിയെ പോലെ കണ്ണുരുട്ടി അവനെ തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ കണ്ടവൻ തെല്ലൊന്ന് അടങ്ങി. എന്താണെന്ന് അവൻ തെല്ലു ഭയത്തോടെ നോക്കിയപ്പോൾ കണ്ണുകൊണ്ടുള്ള അവരെ തന്നെ നോക്കി നിൽക്കുന്ന അനിയെ കാണിച്ചു കൊടുത്തു. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം വരിഞ്ഞു മുറുകിയത് വിഷ്ണു ശ്രദ്ധിച്ചിരുന്നു. ഒരുപക്ഷെ അവൻ ദച്ചുവിനെ അപായപ്പെടുത്തുമോ എന്ന് പോലും അവൻ ചിന്തിച്ചു പോയിരുന്നു. പെട്ടെന്നാണ് കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ച് ദച്ചു അവൻ്റെ വലത് കവിളിൽ ഉമ്മ വെച്ചത്. എന്താണ് നടക്കുന്നതെന്നറിയാതെ അവൻ പകച്ചു നിന്നു. കണ്ണ് ചിമ്മാൻ പോലും മറന്നുകൊണ്ട് അവൻ ദച്ചുവിനെ തന്നെ നോക്കുമ്പോൾ കണ്ണിൽ നാണം നിറച്ച് തലതാഴ്ത്തി നിൽക്കുന്ന ദച്ചുവിനെയാണ് കണ്ടത്. മനസ്സിൽ സ്വയം ചോദിച്ചു പോയി, ദൈവമേ, ഈ ജന്തുവിന് പെണ്ണിൻ്റെതായ വികാരങ്ങളൊക്കെ ഉണ്ടോ? ആദ്യമായിട്ടാണ് അവൾ നാണിച്ചു കാണുന്നത്. വായും പൊളിച്ചിരിക്കുന്ന വിഷ്ണുവിനെ കാണാൻ അവൾക്ക് ചിരിയാണ് വന്നത്. വായടക്കുരിപ്പേ, ഈശ കയറും എന്നൊരു കമന്റും പറഞ്ഞ അവൾ കടയിലേക്ക് നടക്കെ മുഖത്ത് വിരിഞ്ഞ ചിരി ഒളിപ്പിച്ച് വിഷ്ണു തിരിച്ചു പോയിരുന്നു. അവനിനി ഉണ്ടാവാൻ പാടില്ല. അനി ആഗ്രഹിച്ച പെണ്ണാ ദക്ഷിണ. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ ആഗ്രഹിച്ചൊന്നും അങ്ങനെ ആർക്കും കൊടുക്കാൻ സമ്മതിക്കില്ല. ഞാൻ നാശം ഒഴിഞ്ഞു പോട്ടെ എന്ന് കരുതിയാ അവൻ ആ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്ത്. നാണമില്ലാത്തവൻ. എന്നിട്ടും അവിടെ പുറകിൽ നിന്ന് മാറാതെ കിടക്കുക. ഇതുവരെ അവൾക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നു കരുതിയിരുന്നില്ല. പക്ഷെ അവൾക്കും അവനെ. ദച്ചു, അവൾ എൻ്റെ പെണ്ണാ, അനിയുടെ പെണ്ണ്. എൻ്റെ മുന്നിൽ തടസ്സമായി വരുന്നത് എന്തായാലും അതിനെ ഞാൻ ഇല്ലാതാക്കും, അതാരായാലും. വിഷ്ണു, നിന്റെ കാര്യം അനിയേറ്റു. കാത്തിരുന്നോ നീ? കുതിച്ചു പൊങ്ങിയ ദേഷ്യത്തെ അടക്കാനാവാതെ അവൻ ഭിത്തിയിൽ മുഷ്ടിയുരുട്ടി ശക്തിയായിട്ട് ഇടിച്ചു. എന്താ നീ, എന്തു പറ്റി? ദേഷ്യത്തിലാണല്ലോ വല്ലാതെ. ദച്ചുവിൻ്റെ ചോദ്യം കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. ഏയ്, ദേഷ്യമോ? ഒന്നുമില്ലടോ, ദേഷ്യമൊന്നുമില്ല. വീട്ടിലോരോ കാര്യങ്ങൾ ഓർത്തപ്പോൾ അവൻ നിന്ന് പരിങ്ങി. എന്താണ് വീട്ടിൽ ഇത്രയ്ക്ക് പ്രോബ്ലം? ആ, എന്നാലും തനിക്ക് ഇത്രയും ദേഷ്യം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. വിഷ്ണുവേട്ടൻ തന്നെ പോലെ തന്നെയാ കേട്ടോ, ഭയങ്കര ദേഷ്യക്കാരൻ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയാ. പിന്നെ ദേഷ്യം തണിപ്പിക്കാനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ദേഷ്യം മാറാൻ മരുന്നോ? എന്ത് മരുന്ന്? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ ഇനി നാണ വരുന്നു. അവൾ നഖം കടിച്ചു. ദച്ചുവിൻ്റെ ഭാവവ്യത്യാസം കണ്ട് എനിക്ക് വീണ്ടും ദേഷ്യം ഇരച്ചു പൊങ്ങിയെങ്കിലും ദച്ചുവിൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞേ പറ്റൂ എന്ന് ഓർത്തപ്പോൾ അവൻ കടിച്ചു പിടിച്ച് നിന്നു. അത് പിന്നെ പറയണോ, എന്നോടല്ലേ? അത് പിന്നെ വിഷ്ണുവിന് ദേഷ്യം വന്നാൽ അപ്പം ഞാൻ ഉമ്മ കൊടുക്കണം, അല്ല ഈ പുള്ളിക്കാരൻ വല്ലാണ്ട് ചൂടാവേ. അല്ല, ഈ വിഷ്ണുവിന് എപ്പോഴേക്കാ ദേഷ്യം വരിക? അവൻ കോപം കടിച്ചമർത്തി ചോദിച്ചു. അയ്യോ, അതല്ലേ രസം, മൂപ്പർക്ക് എപ്പോഴും ദേഷ്യ. അതും പറഞ്ഞ് അവൾ നിലത്ത് കാൽവിരൽ കൊണ്ട് കളം വരച്ച് തുടങ്ങിയപ്പോൾ അനി ഒന്നും മിണ്ടാതെ അവിടുന്ന് എഴുന്നേറ്റ് പോയി. എവിടെ പോവാനി? ഇനിയുണ്ട് വിഷ്ണുവേട്ടൻ്റെ ഒരുപാട് കഥകൾ. ഞാൻ വരുന്നടാ, ജസ്റ്റ് എ മിനിറ്റ്. അതും പറഞ്ഞ് അവൻ ചവിട്ടിത്തുള്ളി പോയപ്പോൾ ദച്ചു മനസ്സിൽ ചിരിക്കുകയായിരുന്നു. മോനെ അനി, എനിക്ക് നിന്നോട് യാതൊരു സോഫ്റ്റ് കോർണറും ഇല്ല. അത്രയ്ക്ക് വലിയ ചതിയെ നീ എന്നോട് ചെയ്തു. നല്ലൊരു സുഹൃത്തായി കണ്ട എന്നെ നീ മിസ്യൂസ് ചെയ്തു. നാളെ വേറെ ആരോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് മനസ്സ് വരരുത്. പണി വരുന്നുണ്ട് അവറാച്ചാ, നീ കാത്തിരുന്നോ? കൊല്ലില്ല, കൊല്ലാതെ കൊല്ലും ഞാൻ. അന്ന് ഉച്ചതിരിഞ്ഞ് പതിവിലും തിരക്ക് കൂടുതലായിരുന്നു കടയിൽ. കസ്റ്റമേഴ്സ് വന്നപ്പോൾ മനഃപൂർവ്വം തന്നെ ധരിച്ച് തുണിത്തരങ്ങളെല്ലാം വലിച്ചുവാരി നിലത്തിട്ടിരുന്നു. ഒരുവിധം തിരക്കൊഴിഞ്ഞപ്പോൾ അനിമയിലെ അവിടെ അടുത്തെത്തിയിരുന്നു. എന്താണോ ഇത്രമാത്രം തുണി നിരന്നെടുക്കുന്നത്? ഞാൻ ഹെൽപ്പ് ചെയ്യണോ തന്നെ? ഞാനത് പറയാൻ വന്നതായിരുന്നു. വല്ലാത്ത തലവേദന. താൻ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ നോക്കി. ഞാൻ 2 മിനിറ്റ് ഇരിക്കട്ടെ. അതും പറഞ്ഞ് അവൾ മെല്ലെ അവിടുന്ന് മുങ്ങി. തനിക്ക് മുന്നിൽ കൂന കൂടി കിടക്കുന്ന തുണിത്തരങ്ങൾ നോക്കി അനി അന്തം വിട്ട് നിന്നു. എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു? എന്തായാലും പണിവാളി, ഇനി ചെയ്യാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അവൻ മനസ്സിൽ ആ മനസ്സോടെ ഓരോന്ന് അടുക്കി വെച്ചുകൊണ്ടിരുന്നു. മടിച്ചുള്ള അനിയുടെ പ്രവൃത്തി കണ്ട് ഉള്ളിൽ ചിരിക്കുകയായിരുന്നു ദച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്ത് കൂട്ടുകാർക്കൊപ്പം നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടത്. കോളേജ് പഠിക്കലേക്ക് നോക്കിയാണ് നിൽപ്പ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി അവിടെ അടുത്തേക്ക് നടന്നു വരുന്ന കണ്ടു. അവളെ കണ്ടതും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് എഴുന്നേറ്റ് പോകുന്ന കണ്ടു. അപ്പോഴാണ് കടയിലേക്ക് നോക്കുന്നത് കണ്ടത്. വിഷ്ണു നോക്കുന്ന കണ്ടതും അവൾ അനിയെ നോക്കി. അതിനുശേഷം അവനോട് കടയിലേക്ക് വരാൻ കണ്ണുകൊണ്ട് കാണിച്ചു.
ആദ്യം വിഷ്ണു അത് മുഖവിലക്കെടുക്കാതെ ഇരുന്നെങ്കിലും രണ്ടാമത് നോക്കിയപ്പോൾ പെണ്ണ് കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട് കടയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. കൂടെയുള്ള കൂട്ടുകാരൻ അവിടെ ഇരുത്തി അവൻ കടയിലേക്ക് കയറി ചെന്നു. അവൾ അനിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും വിഷ്ണു നടന്നു വരുന്ന കണ്ടതേ അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. എന്ത് വിഷ്ണുവേട്ടാ ഇത്? ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് തന്നെ വരുന്നു. വന്നൊരു നിമിഷം പോലും കാണാണ്ടിരിക്കാൻ വയ്യാന്നായോ? ദേ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ, വെറുതെ പേരുദോഷം കേൾപ്പിക്കേണ്ട. അവൾ നാണത്തോടെ പറയുമ്പോഴും കണ്ണുകളിൽ അഗ്നി ഒളിപ്പിച്ച് വിഷ്ണുവിനെ തുറിച്ചു നോക്കുന്ന അനി അവൾ ശ്രദ്ധിച്ചു. അവന്റെ കണ്ണിലെ പക അവൾ തിരിച്ചറിഞ്ഞു. നീ ഇതെന്ത് തേങ്ങയാടാ പറയുന്നത് എന്ന മട്ടിൽ അവൾ നോക്കിയിരിക്കുന്ന വിഷ്ണുവിനെ അവൾ കണ്ണടച്ച് കാണിച്ചു. പെണ്ണിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ വിഷ്ണു തന്റെ ഉള്ളിലെ നടനെ പുറത്തെടുക്കാൻ തയ്യാറായി നിന്നു. ദച്ചുവിന് കല്യാണപ്രായം ആയിരിക്കണം ശാരദയെടുത്തിയെ. ആലോചനകൾ പലതും ഇങ്ങോട്ട് വരുന്നുണ്ട്. മനക്കലെ ജോത്സ്യന്റെ അടുത്ത് പോയി നോക്കിയിരുന്നു ഞാൻ. 22 വയസ്സിനുള്ളിൽ കല്യാണം നടക്കണോത്രേ പെണ്ണിന്. ഇല്ലേച്ചാ നന്നേ നീണ്ടിട്ടാണ് അടുത്ത സമയം. ഇപ്പൊ തന്നെ 21 വയസ്സാവാനായി. എന്നാലും വേണ്ടതല്ലേ എടുത്തി? നല്ല വല്ലവന്ന് ആലോചിക്കാന്നാ ഞാൻ കരുതുന്നേ. പൊന്നിട്ട് മൂടാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ. പൊട്ടും പൊടിയൊക്കെ കൂടി നുള്ളിപ്പെറുക്കി 5 ഭാഗം കാണും. പിന്നെ ബാക്കി കടമേലയും വാങ്ങിയാലും വേണ്ടില്ല. എൻ്റെ കുട്ടിയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് തുടങ്ങിയ കഷ്ടപ്പാടാവട്ടെ. ഏട്ടൻ പോയപ്പോൾ മുതൽ ഓടാൻ തുടങ്ങിയതല്ലേ എൻ്റെ കുട്ടി. ഭഗവാൻ എനിക്ക് കനിഞ്ഞു തന്നതാവള്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് എന്നെ ആത്മഹത്യ ചെയ്തേനെ. ഇനിയെങ്കിലും എൻ്റെ കുട്ടി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. നീ എന്തിനാ ജാനകി അങ്ങനെ കരുതുന്നത്? അവൾ എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണല്ലേ. അവളുടെ അച്ഛന്മാരായിട്ട് കൂട്ടിയിണക്കിയ ബന്ധം. അളിയന്മാരായിരുന്നില്ലല്ലോ അവര്. ഒരു മനസ്സും 2 ശരീരവും മരണത്തിൽ ഒന്നിച്ചു. അവര് തീരുമാനിച്ചതല്ലേ മക്കളുടെ കാര്യം. അതിനി നമ്മളായിട്ട് മാറ്റണോ? എൻ്റെ മോളല്ലേ അവള്. പൊന്നും പണവും ഒന്നും വേണ്ടല്ലോ. എനിക്ക് എൻ്റെ പൊന്നിനെ ഇങ്ങ് തന്നാൽ മാത്രം മതിയെന്ന് ഞാൻ എത്ര പറഞ്ഞിരിക്കണം നിന്നോട്. വല്ല വീട്ടിലും പറഞ്ഞു വിടുന്നല്ലോ നല്ലതല്ലേ ജാനകി? എൻ്റെ മോളായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നു. എന്നിട്ട് നീ എന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നെന്താ? നമുക്കങ്ങനെ ആഗ്രഹിക്കാനല്ലേ എടുത്തി പറ്റുക. നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ ഓരോന്നും മനസ്സിക്കരുത്. കുട്ടികൾക്ക് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതാ അപ്പം നീ ഇങ്ങനെയൊക്കെ പറയാൻ ഇതാ ഉണ്ടായത്? അത് പിന്നെ എടുത്തി വിഷ്ണുവിന് ദച്ചുവിനെ പറ്റണില്ല എന്ന് തോന്നുന്നു. അവരെപ്പോഴും അടി തന്നെയാണ്. ആദ്യമൊക്കെ പ്രായത്തിൻ്റെ ആ മാറിക്കോളും ഓർത്തു. പക്ഷെ ഇതങ്ങനെയല്ലേ എടുത്തി? കഴിഞ്ഞ ദിവസം ദച്ചുവിൻ്റെ മുഖത്ത് കണ്ട പാട് എല്ലാം എനിക്കറിയാൻ ജാനകി. അത് ഇഷ്ടക്കേടുകൊണ്ടൊന്നല്ല, ഇഷ്ടക്കൂടുതലുണ്ടാ. നമ്മളറിയാതെ പല കാര്യങ്ങളും നടന്നു. അന്ന് വന്ന പയ്യനെ ഓർമ്മയില്ലേ അനി? അവൻ ഒപ്പിച്ച പണിയാണിതെല്ലാം. പറയാൻ നിന്ന കഥകൾ ഏറെയാണ് ജാനകി. അവർക്ക് രണ്ടാൾക്കും പരസ്പരം നല്ല ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് ആദ്യം പിടിപ്പിക്കേണ്ട. പിന്നെ പൊട്ടും പൊടിയും പൊന്നും പണവും ഒന്നും വേണ്ട. എൻ്റെ കൊച്ചിനെ നല്ല മനസ്സോടെ കയ്യിൽ വെച്ച് തന്നാൽ മതി നീ. ഇനി അക്കാര്യത്തിൽ മറുവാക്കില്ല. എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണാ ദച്ചു. ദേ വിഷ്ണുവേട്ടാ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ഒരുപാട് സാരി വന്നിട്ടുണ്ടെന്ന്. ഏട്ടനിങ് വന്നേ, എന്നിട്ട് എനിക്ക് ചേരുന്നൊന്ന് സെലക്ട് ചെയ്താ നോക്കണേ അനി. ഇന്നലെ ഞാൻ വിഷ്ണുവേട്ടനോട് പറഞ്ഞിരുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ കാര്യം എന്നെക്കാൾ അറിയ ഏട്ടനാ. വിഷ്ണുവേട്ടൻ കണ്ണടച്ച് തുണിയെടുത്താലും എനിക്കത് കണക്കായിരിക്കും. എൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാം ആൾക്ക്, അല്ലേ ഏട്ടാ? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചപ്പോൾ അനി മുഖം കുനിച്ച് നിന്നു. ഇതെങ്ങനെയുണ്ട് ഏട്ടാ? അവളൊരു പച്ച സാരിയുടെ ദേഹത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അവളെ പിടിച്ച് തനിക്ക് നേർക്ക് പിടിച്ചു നിർത്തി ആ സാരി എടുത്ത് മാറ്റി പകരം കറുത്ത പട്ടിൽ ചുമല ബോർഡർ വരുന്ന സാരി എടുത്ത് അവളുടെ മേൽ വെച്ച്. ഇത് മതി, ഇതാണെനിക്ക് ചേരുന്നത്. വിഷ്ണുവിനെയും ദശുവിനെയും മാറി മാറി നോക്കുകയായിരുന്നു അനി. അവൻ അവളെ തന്നെ നോക്കി തറഞ്ഞെന്ന് പോയിരുന്നു. ശരിയാണോ? എത്ര ഭംഗിയായിരിക്കുന്നു അവൾ ആ സാരി, ശരിക്കൊരു ദേവിയെപ്പോലെ. ഒറ്റ നോട്ടത്തിൽ ഇവനെങ്ങനെ അത് സെലക്ട് ചെയ്തു? അവൻ കലിയടക്കി നിന്നു. അനി താൻ പറയടോ, ഇത് നന്നായിട്ടുണ്ടോ? എങ്ങനെയുണ്ട് വിഷ്ണുവേട്ടൻ്റെ സെലക്ഷൻ? ഇത് തനിക്ക് ചെയ്യില്ലടോ, വേറെ നോക്ക്. ദാ ഈ സോപ്പ്, ഇത് തനിക്ക് നന്നായിട്ട് ചേരും. അതും പറഞ്ഞാൽ അവൾക്ക് നേരെ മറ്റൊരു സാരി നീട്ടി. അവളത് വാങ്ങി ദേഹത്ത് വെച്ച് നോക്കി. ഏയ് ഇത് കൊള്ളില്ല, ഒരുമാതിരി ഭദ്രകാളി കണക്ക്, ഇത് മതി. അവൾ വിഷ്ണു സെലക്ട് ചെയ്ത സാരി മടക്കി വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നാ വാ വിഷ്ണു ഏട്ടാ, ദേ അവിടെയാ ബില്ലടക്കേണ്ടത്. അതും പറഞ്ഞ അവൾ അവൻ്റെ കയ്യിൽ തൂങ്ങി പോകുമ്പോൾ അനി ദേഷ്യം സഹിക്കവയ്യാതെ ഭിത്തിയിൽ ആഞ്ഞിടിച്ചു. എടിയടി, ആര് പൈസ കൊടുക്കുന്ന ഓർത്താണി മഹാബാബി നീ ഈ സാരി എടുപ്പിച്ചേ? വിഷ്ണു ഏട്ടൻ അല്ലാണ്ടാരാ? എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസ ഒന്നുമില്ലേ. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ വന്നാ, പൈസ ഒന്നും അങ്ങനെ കയ്യിരുത്തിയിട്ടില്ല. ദൈവമേ, ഹോട്ടലായിരുന്നെങ്കിൽ മാവെങ്കിലും ആട്ടി തടിയൂരായിരുന്നു. ഇതിപ്പോ ശരിക്കും പെട്ടല്ലോ. മര്യാദക്ക് എനിക്ക് സാരി വാങ്ങി തന്നു, ഇല്ലെങ്കിൽ ശരിയാക്കും ഞാൻ, അവൾ കട്ടായം പറഞ്ഞു കഴിഞ്ഞിരുന്നു. ദൈവമേ, ബൈക്ക് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ കൈ കരുതിയ പൈസ ഇന്നിനിയിപ്പം തൽക്കാലം അതെടുക്കാം, അല്ല വഴിയില്ല. ബൈക്ക് നാളെ കൊണ്ട് കൊടുക്കാം. ഡീ തച്ചു, എന്നാലും ഇത് മഹാബാബായി പോയിട്ടോ. മര്യാദക്ക് ഞാനവിടെ നിന്നല്ലായിരുന്നു. നീ പതിവിന് വിപരീതമായിട്ട് സ്നേഹം കാണിച്ചപ്പോൾ ചാതി ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ ഓർക്കണമായിരുന്നു. എക്സാക്ട്ലി, ഓർത്തില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നിന്ന് ചുറ്റളിക്കാതെ പൈസ ഒരു സാരി വാങ്ങിത്തായോ? അവൾ ചോദിച്ചു. എന്തായാലും വാങ്ങി. എന്നാ പിന്നെ നീ എൻ്റെ കുരിപ്പിനും കൂടി ഒന്ന് എടുത്തോ. വാ.
അവൻ പറഞ്ഞ മനസ്സിലാവൾ അവനെ തന്നെ നോക്കിയെന്നു. എടി കിച്ചൂട്ടിയും കൂടി ഒരു ഉടുപ്പെടുക്കാന്ന്, നീ വാ, ഞാൻ എടുത്തോളാം. അതും പറഞ്ഞവൻ മുന്നോട്ട് നടക്കുമ്പോൾ എന്തിനെന്നറിയാതെ ആ പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം താനല്ലാതെ ആരെങ്കിലും അവൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വിഷ്ണു മാത്രമാണെന്നുള്ള ഓർത്തു. ഹോസ്റ്റലിൽ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിച്ചൂട്ടിക്കെന്നും പറഞ്ഞ് കയ്യിലുണ്ടാകുമായിരുന്നു അവൾ ഓർത്തു. കറുപ്പിൽ നീല നിറത്തിലുള്ള കുഞ്ഞിപ്പൂക്കൾ പതിച്ച ഭംഗിയുള്ള ഉടുപ്പെടുത്ത് തനിക്ക് നേരെ നീട്ടുമ്പോൾ ഉള്ളിലുള്ള കുശുമ്പ് തലപൊക്കിയതുകൊണ്ടാവാം. കുഞ്ഞുടുപ്പ് വാങ്ങിച്ചുകൊണ്ട് ചെല്ല അവളെന്താ ഇള്ള കുഞ്ഞോ എന്ന് ചോദിച്ചു. എന്തായാലും അവൾ നാളെ കെട്ടിച്ചൂടാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് മറുപടിയും പറഞ്ഞ് വിഷ്ണുവേട്ട മുന്നിൽ നടക്കുമ്പോൾ എന്തേ എന്ന് പറയാൻ ഒരാളുണ്ടെന്ന അഹങ്കാരത്തിൽ അനിയുടെ മുമ്പിലൂടെ നടന്നു. ഇടയ്ക്കെപ്പോഴോ സമയം കിട്ടിയപ്പോഴൊക്കെ വിഷ്ണുവേട്ടന്റെ കയ്യിൽ കയറി പിടിച്ചിരുന്നു. അപ്പോഴും ഉറപ്പായിരുന്നു അനിയുടെ കണ്ണുകൾ തങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന്. ബില്ലടിച്ച് ഡ്രസ്സ് പാക്ക് ചെയ്ത് കയ്യിൽ കൊടുത്തപ്പോൾ നീ വെച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന വിഷ്ണുവേട്ടനെ തന്നെ നോക്കി കുറേ നേരം ഇരുന്നു. സമയത്തിന് നീളമേറുന്നത് അറിഞ്ഞു. ഇടയ്ക്കെപ്പോഴോ പാളി നോക്കിയപ്പോൾ കൂട്ടുകാരെയും കൂട്ടി വിഷ്ണുവേട്ടൻ തിരികെ പോകുന്ന കണ്ടു. പതിവിലും വൈകിയാണ് കടയിൽ നിന്ന് ഇറങ്ങിയത്. ബസ് നോക്കി നിൽക്കുമ്പോഴേക്ക് ഇരുട്ടിയിരുന്നു. മഴയ്ക്ക് വട്ടം കൂട്ടി മേഘം ഇരുണ്ടു തുടങ്ങിയിരുന്നു. 6 മണിയുടെ ദേവിക ബസ് ഇന്നില്ലെന്ന് ആരോ പറഞ്ഞു കേട്ടു. ദേവി ചതിച്ചോ, ഇനിയിപ്പോൾ 8 മണിക്ക് അടുത്ത ബസ്. എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് തോളിൽ ആരുടെയോ കൈ പതിഞ്ഞത്. പ്രതീക്ഷിക്കാതെയുള്ള സ്പർശനമായതുകൊണ്ട് തന്നെ തെല്ലൊന്ന് ഭയന്ന് പിന്നിലേക്ക് മാറി. ഭയന്നെഴുതിച്ച കണ്ണുകളുമായി അവൾ തല ഉയർത്തി നോക്കി. എന്താ നീ ഇത്, പേടിച്ചു പോലെ മനുഷ്യൻ, തനിക്കൊന്ന് വിളിച്ചുകൂടായിരുന്നോ? അവളുള്ളിലെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നെ ചോദിച്ചു. സോറിടാ, ഞാൻ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. താനിവിടെ നിൽക്കുന്നുണ്ടപ്പോൾ വന്നാ? അല്ല, താനിനെങ്ങനെ വീട്ടിൽ പോവാ? വിരോധനയിൽ കയറാം, ഞാൻ കൊണ്ടാക്കാം. ഏയ് അത് വേണ്ട നീ, ഞാൻ ബസ്സിൽ വന്നോളാം, അനി പൊക്കോളൂ. ഇനിയിപ്പോൾ എപ്പോഴാണ് ആ ബസ് വരുന്നത്? ദച്ചു, ഇയാളും കൂടി കയറിടും. അവൻ അവിടെ കൈ പിടിച്ച് വലിച്ചും നിയന്ത്രണം വിട്ട ദച്ചു അനിയുടെ കവിളിൽ തന്നെ കൊടുത്തു വന്നു. അനി, ഞാൻ നിങ്ങളെൻ്റെ ഫ്രണ്ടായി കണ്ടിരുന്നതുകൊണ്ട് എൻ്റെ ശരീരത്തോടെ ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. മേലിൽ ആവർത്തിക്കരുത് ഇത്. അവൾ നിന്ന് കിതച്ചു. ദച്ചുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം അനി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവനെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആളുകൾ ഓടിക്കൂടിയിരുന്നു. എന്താ മോളെ, എന്താ കാര്യം? ആരാ ഇവൻ? സാന്ധ്യമായി നോക്കിയിരിക്കുവാണോ പെമ്പിള്ളയുടെ കൈ കയറി പിടിക്കാൻ? ഇവനോടൊക്കെ ചോദ്യം പറച്ചിലല്ലേ വേണ്ടത്? നാട്ടുകാരൊക്കെ കൂടി അനിയെ വളഞ്ഞു ദച്ച് ഇടപെട്ട് പ്രശ്നം സോൾവ് ആക്കി. തിരിഞ്ഞു നോക്കുമ്പോഴാണ് തന്നെ മാത്രം നോക്കി നിൽക്കുന്ന 2 ചോരക്കണ്ണുകൾ കാണുന്നത്. അവളുടെ ശ്വാസം ഒരു നിമിഷം നിലച്ച പോലെ തോന്നിയവൾക്ക്. ഈശ്വര, വിഷ്ണുവായിട്ട് ഇങ്ങനെ വീട്ടിൽ പോയതല്ലേ, പിന്നെങ്ങനെ ഇവിടെ ഇപ്പോൾ വന്നു? ഇനി വല്ല കുട്ടിച്ചാത്തിന് രൂപം മാറി വന്നതാണോ? അവൾ മനസ്സിലോർത്തു. എവിടെ നോക്കിക്കോടി, വന്ന് വണ്ടി കയറി. നേരത്തെ കാലത്ത് വീട്ടിൽ പോകാനുള്ളതിനോട് സ്വപ്നം കണ്ട് നിൽക്കുന്നു. അവന്റെ മുഖം ചുമന്നു തുടങ്ങിയിരുന്നു. ഇത് കുട്ടിച്ചാതിനൊന്നല്ല, ഏതോ കൂടിയാനാ. അതും പറഞ്ഞവൾ വന്ന് വണ്ടിയിൽ കയറി. എന്നാടി പറഞ്ഞു? നീ ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല, മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞാ വേഗം പോകാൻ നോക്ക്. അവൻ അവളെയും തുറിച്ചു നോക്കി വണ്ടിയുമായി മുന്നോട്ട് പോയി. അപ്പോഴും ആളുകളുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടതിന്റെ അപമാനഭാരവും പേറി ദേഷ്യമടക്കി നിൽക്കുകയായിരുന്നു അനി. എന്താ മക്കളെ ഇത്ര താമസിച്ച്? ഇത്ര നേരം കാണാതായപ്പോൾ നെഞ്ചിൽ തീയായിരുന്നു. വീട്ടിലേക്ക് കയറി ചെന്ന വിഷ്ണുവിനെയും ദച്ചുവിനെയും കണ്ട് ജാനകിയമ്മ എഴുന്നേറ്റ് അവിടെ അടുത്തേക്ക് വന്നു. എന്ത് പറയാനമ്മേ, ഇറങ്ങാൻ ഇത്തിരി ലേറ്റായി. 6 മണിയുടെ ബസ്സും ഇല്ലായിരുന്നു. അപ്പോഴാ വിഷ്ണുവേട്ടൻ ആ വഴി വന്ന്, പിന്നെ നോക്കിയില്ല, കയറിങ്ങ് പോന്നു. അല്ല, കീച്ചു എന്തി അമ്മേ? അവൾ അകത്തുണ്ട്, മക്കൾ കയറി വാ, അമ്മ ചായ എടുക്കാം. വേണ്ടമായി, ഞാൻ വീട്ടിലേക്ക് പോവാം, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. അതും പറഞ്ഞവൻ തിരിഞ്ഞെടുക്കാൻ തുടങ്ങിയെന്ന് കേട്ടു പുറകിൽ നിന്ന് ശാരദാമ്മയുടെ ശബ്ദം. ഓ, അമ്മയെക്കുറിച്ച് എന്തൊരു ശ്രദ്ധയുള്ള മോനാ, എൻ്റെ ഭാഗ്യം. കാലത്ത് 8 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചല്ലേടാ നീ. എന്നിട്ടിപ്പോൾ അവൻ്റെ ഒരു അമ്മ സ്നേഹം വാങ്ങിച്ചു കൂട്ടും നീ എൻ്റെ കയ്യിൽ നിന്ന്. നോയിക്കോ. അല്ല, അമ്മ എന്താ ഇവിടെ? അമ്മക്ക് വീടും കൂടിയൊന്നുമില്ലേ? ഈ നേരമായിട്ട് ഇവിടെ ചുറ്റിത്തിരിഞ്ഞിരിക്കുന്നത്? അയ്യോ, എൻ്റെ പൊന്നുമോന് വീടെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടല്ലേ? നീ പാതിരാത്രി കയറി വരുന്നവരെ ആരോടും മിണ്ടാനും പറയാനില്ലാതെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം എന്നാണോ? ഒറ്റയ്ക്കിരുന്ന് മടുത്തു മനുഷ്യൻ. ഓ, പരാതി പിടി തുറക്കണ്ട, നേരം വിളിക്കട്ടെ. അമ്മക്ക് വർത്താനം പറയാൻ കൂട്ടിന് നല്ലൊരു തത്തയെ വാങ്ങിത്തരാം ഞാൻ. തത്തയെ നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇനി എനിക്ക് വേണ്ട തത്തയൊന്നല്ല, കൂട്ടിനൊരു പെണ്ണിനെയാണ്. അത് നീ തന്നെ കൊണ്ടുതരണം. പിന്നെന്താ, നാളെ തന്നെ തെക്കേല് ജാനുവരത്തെ കൊണ്ടാക്കാം. അവരാകുമ്പോൾ കഥ പറയാൻ ആളും ആവും, അടുക്കളയിൽ പണിക്കൊരാളും. എന്താ, സന്തോഷമായില്ലേ? അവൻ അവരെ നോക്കിയൊന്ന് കുസൃതി ചിരി ഇരിച്ചു. നിന്നെ ഞാനുണ്ടല്ലോ മണ്ട, അവൻ്റെ ഒരു തമാശ. എനിക്ക് വേണ്ട വീട്ടുപണിക്ക് ആളെയല്ല, നിന്റെ പെണ്ണിനെയാ. എനിക്കൊരു മോളെ, അല്ലാതെ വേറെ എവിടെ എനിക്ക് വേണ്ട. അവർ ദേഷ്യത്തിൽ പറഞ്ഞു. അമ്മായിയുടെയും വിഷ്ണുവിന്റെയും വഴക്ക് നോക്കിയിരിക്കാനും തയ്ച്ചു. പെട്ടെന്നാണ് വിഷ്ണു അവളെ നോക്കിയത്. അറിയാതെ അവളുടെ മിഴികൾ താഴ്ന്നു പോയിരുന്നു. എന്താ, നീ വരുന്നോ? അമ്മക്ക് വർത്താനം പറയാൻ കൂട്ടിന്. വിഷ്ണുവിന്റെ ഭാഗത്തുനിന്നുണ്ടായ അപ്രതീക്ഷിത പ്രതികരണത്തിൽ ദച്ചു പകച്ചു പോയിരുന്നു. അവളുടെ മുഖം വിളറി വെളുത്ത് കണ്ട് ജാനകിയമ്മയും ശാരദാമ്മയും പൊട്ടിച്ചിരിച്ചു. കിച്ചു, നീ നിങ്ങൾ വന്നേ, ചേച്ചിയൊരു സൂത്രം കാണിച്ചു തരാം. അതും പറഞ്ഞവൾ മെല്ലെ അവിടെ നിന്ന് തടിയൂരി. ചമ്മലടക്കി അകത്തേക്ക് കയറി പോയ ദച്ചുവിന് പുറകെ വിഷ്ണു അമ്മമാരെ അകത്തേക്ക് കയറി. എന്ത് സൂത്ര ചേച്ചി? അതും ചോദിച്ച് കിച്ചവളുടെ അടുത്തേക്ക് ഓടി വന്നു. അവൾ കാലത്ത് വിഷ്ണു വാങ്ങി ഉടുപ്പ് അവൾക്ക് നേരെ നീട്ടി.
ഉടുപ്പും കയ്യിൽ പിടിച്ച പെണ്ണ് കണ്ണാടിക്ക് മുമ്പിൽ കസരത്ത് നടത്തിയപ്പോഴാണ് വിഷ്ണു അകത്തേക്ക് കയറി വന്നത്. എങ്ങനെയുണ്ട് കാന്താരി, നിനക്കിഷ്ടായോ? വിഷ്ണുവിന്റെ ചോദ്യം കേട്ടതും അവൾ ഓടിപ്പോയി അവനെ ചുറ്റിപ്പിടിച്ച് ഒന്നിച്ചായിരുന്നു. ചായ കുടി കഴിഞ്ഞ് പോവാനായി ഇറങ്ങി നിൽക്കായിരുന്നു വിഷ്ണു. അമ്മ വരുന്നുണ്ടല്ലയോ, നേരെ എത്രയെന്ന വിചാരം. അവനെ ചൂട് പിടിച്ച് തുടങ്ങിയിരുന്നു. എന്റെ പൊന്നി വിഷ്ണു, നീ ഒന്ന് അടങ്ങി നിൽക്ക്. ഇങ്ങനെ ബേളി പിടിച്ചൊരു ചെക്കൻ. നീ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ ഞാൻ വല്ലതും പറയുന്നുണ്ടോ? വന്ന് ചെക്കൻ മനുഷ്യനെ നിലത്ത് നിർത്താതെയായി. ഇതിനൊക്കെ പിടിച്ച് കെട്ടിച്ചിട്ട് വേണം ഇനിയൊന്ന് സ്വസ്ഥമായിട്ട് വല്ലയിടത്ത് ഇരിക്കാൻ. അതും പറഞ്ഞവർ വീണ്ടും വർത്തമാനത്തിൽ മുഴുകി. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ മതി എന്ന് മനസ്സിലായ വിഷ്ണു ഫോണിൽ കുത്തിക്കളി തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് പുത്തനെടുപ്പും ഇട്ട് കുണുങ്ങി കിച്ചുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട്. കിച്ചേട്ടാ എങ്ങനെയുണ്ട്, കൊള്ളാവോ? അവൻ ചോദിച്ചവൾ കൊഞ്ചി നിൽക്കുന്നുണ്ട്. വിഷ്ണു സൂപ്പർ എന്ന് കൈ കാണിച്ചു. അവളെ പിടിച്ച് മുന്നിൽ നിർത്തി പുറകിലെ വള്ളി കെട്ടിക്കൊടുക്കുമ്പോഴാണ് വാതിലിൽ വീണ്ടും ഒരു നിഴലനക്കം കണ്ടത്. അവിടേക്ക് നോക്കി വിഷ്ണു അന്തം വിട്ട് നോക്കിയിരുന്നു. കാലത്ത് വാങ്ങിയ സാരി ഭംഗിയിൽ ഞൊറിഞ്ഞെടുത്ത് നെറ്റിയിലൊരു വട്ടപ്പൊട്ടും കയ്യിൽ നിറയെ കുപ്പിവളകളുമായി വെച്ചു. അലസമായി അഴിച്ചിട്ട മുടിയിൽ അവൾക്ക് ഭംഗി കൂടിയതായി തോന്നി അവന്. ഈശ്വരന്മാരെ, ഇവൾക്ക് ഇത്രക്കൊക്കെ ഭംഗിയുണ്ടായിരുന്നു. വായിന്ന് വരുന്ന കേട്ട മൂദേവിയാണെങ്കിലും കാണാൻ പെണ്ണ് ശ്രീദേവി തന്നെ. അവൻ വായും പൊളിച്ച് നിന്ന് ആലോചിക്കുന്ന കണ്ടവൾ അവന്റെ തലക്കൊരു കൊട്ടും കൊടുത്ത് അമ്മമാരുടെ അടുത്തേക്ക് വെച്ച് പിടിച്ചു. അമ്മായി എങ്ങനെയുണ്ട്, കൊള്ളാവോ? നന്നായിട്ടില്ലേ? വിഷ്ണുവേട്ടൻ വായി തന്നാ. അതും പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ രണ്ട് അമ്മമാരും അന്തം വിട്ട് അവനെ തന്നെ നോക്കി നിന്നു. ഈശ്വരന്മാരെ, എൻ്റെ മകന്റെ കാര്യം തന്നെയാണ് ഈ കേൾക്കുന്നത്. ഈ മുരടന്റെ മനസ്സിൽ ഇങ്ങനൊരു കാമുകനോ? ശാരദാമ്മയുടെ ആത്മഹത്യന് കുറച്ച് ശബ്ദം കൂടിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു. ഏട്ടോ നാത്തൂനെ, അങ്ങനെ നമ്മളറിയാതെ പുട കൊടുക്കൽ കഴിഞ്ഞു. ഇനി ഒരു താലിയിട്ട് ബാക്കിയുണ്ട്. അത് നമ്മളായിട്ട് മുൻകൈയെടുത്ത് ചെയ്തില്ലെങ്കിൽ നാളെ പെണ്ണ് വന്ന് പറയാൻ പോകുന്ന വിഷ്ണുവേട്ടൻ കെട്ടി തന്ന താലിയാണെന്നാവും. ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ. പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. ശാരദ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞിരുന്നു. വീണ്ടും അവിടെ പൊട്ടിച്ചിരി ഉയർന്നു കേട്ടു. പിറ്റേന്ന് കടയിൽ ചെന്നപ്പോൾ കണ്ടത് ദേഹത്തും മുഖത്തും മുറിവുകളുമായി വന്നിരിക്കുന്ന അനിയാണ്. ഭഗവാനെ, ഇന്നലെ വന്ന ദേഷ്യത്തിൽ അറിയാതെ ചെയ്തു പോയത്. പക്ഷെ വേറെ ആരും എന്നെ ഉപദ്രവിച്ച് കണ്ടിട്ടില്ല. പിന്നെ എന്തു പറ്റി? ഇതെന്ത് പറ്റിയത് അനി? ദേഹത്തൊക്കെ മുറിവ് എന്താ പറ്റിയേ? അവളുടെ ചോദ്യം കേട്ട് അനി ദേഷ്യത്തിൽ മുടിക്കുത്തിന് കയറി പിടിച്ചു. നിനക്കൊന്നും അറിയില്ലല്ലേ? നീ വലിയ ശീലാവധി ചമരുത്. എടോടി, കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഒരു ഗുണ്ടേ. അവൻ തന്ന സമ്മാനാ. കരുതിയിരുന്നോ നീ? ഇതിന് പകരം വീട്ടില്ലെങ്കിൽ ഈ അനിയല്ല. അവനുള്ള കരുതി വെച്ചിട്ടുണ്ട് ഞാൻ. അവന്റെ കെട്ടിലമ്മയായി വാഴാമെന്ന് നീ കരുതണ്ട. അനി ആഗ്രഹിച്ചൊന്നും വേറെ എവിടെയും പോകാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്റെയാ, അനിയുടെ പെണ്ണ്. അതും പറഞ്ഞ് ഞാൻ അവളെ പിടിച്ച് ഭിത്തിയിലേക്ക് തള്ളിയതും അവൾ തലയിടിച്ച് നിലത്തേക്ക് വീണു. കലിപൂണ്ട് അനി അവിടുന്ന് ഇറങ്ങിപ്പോയി. ബൈക്ക് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ കൂട്ടുകാരനെയും കൂട്ടി ഇറങ്ങിയതാണ് വിഷ്ണു. ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ദച്ചുവിന്റെ ഫോട്ടോ തെളിഞ്ഞു നിൽക്കുന്ന കണ്ടു. എന്താടി, ഞാൻ വണ്ടി എടുക്കുക. വിഷ്ണുവേട്ട, അനി വിഷ്ണുവേട്ടനെ ഉപദ്രവിക്കാൻ തോന്നുന്നു. അവന്റെ സ്വഭാവം മാറി. ഇന്ന് കടയിൽ വെച്ച് അവൻ വല്ലാണ്ട് ദേഷ്യപ്പെട്ടു. സൂക്ഷിക്കണം. അവൻ നിന്നെ ഉപദ്രവിച്ചോ? എന്താവും പറഞ്ഞ്? ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. എന്നാലും വിഷ്ണുവേട്ടൻ സൂക്ഷിക്കണം. എനിക്കെന്തോ പേടി തോന്നുന്നു. ഏയ്, നീ പേടിക്കൊന്നും വേണ്ട, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അതും പറഞ്ഞ മുമ്പിലോട്ട് നോക്കിയതും ബൈക്കിന് നേരെ പാഞ്ഞു വരുന്ന ലോറിയാണ് കണ്ടത്. മറു സൈഡിൽ വിഷ്ണുവിന്റെ അലർച്ച കേട്ട് ആ പെണ്ണിന്റെ നെഞ്ചിൽ ഇടിവെട്ടിയ പോലെ അവൾക്ക് തോന്നി. മിണ്ടാനാവാതെ അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. അവളുടെ മിഴികൾ അനുസരണയില്ലാതെ പെയ്തുകൊണ്ടിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നെന്നറിയില്ല. ഇടയ്ക്കെപ്പോഴോ ബോധം വന്നപ്പോൾ തന്നെ നോക്കി പുച്ഛത്തോടെ നിൽക്കുന്ന അനിയാണ് കണ്ടത്. അവന്റെ മുഖത്ത് പക നിറഞ്ഞിരുന്നു. വിജയ് ഭാവത്തോടെയുള്ള അവന്റെ നിൽപ്പ് കാണാൻ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയിരുന്നു. ഒറ്റ ഓട്ടത്തിന് അനിയുടെ കോളർ കുത്തിപ്പിടിക്കുമ്പോഴും എന്താണ് ചെയ്യുന്നതെന്ന ബോധമുണ്ടായിരുന്നില്ല. നീ ജയിച്ചെന്ന് കരുതിയോ? വിഷ്ണു ഇല്ലാണ്ടായി തീരുന്ന സ്നേഹമാണ് എനിക്ക് ആളോടെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ വിഷ്ണുവേട്ടനെ സ്നേഹിച്ച് കൊച്ചിയിലെ തൊട്ട് മനസ്സിൽ കൊണ്ടുനടന്നു. എന്റെയാണ്, എന്റെ മാത്രമാണെന്ന് മനസ്സിൽ പറഞ്ഞുറപ്പിച്ചതാ. ഈ ജന്മത്തിൽ ദച്ചുവിനൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അതെന്റെ വിഷ്ണുവേട്ടൻ മാത്രമായിരിക്കും. എനിക്ക് വേണ്ടിയാണ് നീ ഏട്ടനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഓർത്തോ, വിഷ്ണുവേട്ടനെ ഇല്ലാണ്ടായ വിഷ്ണുവേട്ടന്റെ വിധവയായിട്ട് ഞാനുണ്ടാവും. എന്നാലും എന്നെ കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. നിന്നെ പോലെ തന്നെ എനിക്കൊരു മനസ്സുണ്ടെന്ന് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുണ്ടെന്നും എന്താ നീ മനസ്സിലാക്കാത്തത്? ഇന്ന് ഇന്നലെയൊന്നല്ല, കൊച്ചു പാവാടിയിട്ട് നടക്കും മുതൽ മനസ്സിൽ കയറ്റിയ മുഖം വിഷ്ണുവേട്ടന്റെ. നീ എന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഇരട്ടി ഞാൻ വിഷ്ണുവേട്ടന്റെ പെണ്ണാവാൻ ആഗ്രഹിക്കുന്നു. ഏട്ടനും അങ്ങനെ തന്നെ. പിന്നെ എങ്ങനെ എനിക്ക് നിന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കും? പെണ്ണിനൊരു പ്രത്യേകതയുണ്ടായി. സ്നേഹിച്ചാൽ ഹൃദയം തുറന്നേ അവൾ സ്നേഹിക്കും. ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്നൊന്നും ഉപേക്ഷിച്ച് കളയാൻ അവൾക്ക് ആവില്ല. അവളുടെ സ്വപ്നങ്ങളും ജീവനും ജീവിതവും പോലും അവൾ ആർക്കു മുമ്പിൽ പണയപ്പെടുത്തിയിരിക്കും. ഞാനും അങ്ങനെയാണ്. മരണത്തിലും വിഷ്ണുവേട്ടിൽ നിന്ന് വേർപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവൾ, വിഷ്ണുവേട്ടൻ്റെ പെണ്ണാവാൻ കൊതിക്കുന്നവൾ. എനിക്ക് ചിലപ്പോൾ ബലപ്രയത്തിലൂടെ എൻ്റെ ശരീരം സ്വന്തമാക്കാം, എന്നെ ഇല്ലാതാക്കാം. പക്ഷേ മനസ്സോടെ തെച്ചൊരു പുരുഷന് വശപ്പെടുന്നുണ്ടെങ്കിൽ മറുവശത്ത് വിഷ്ണുവേട്ടനാവണ നീ.
മനസ്സിലാത്തൊരു ജഡത്തെയാണ് നിനക്ക് വേണ്ടതെങ്കിൽ നിനക്ക് ഇനിയും വിഷ്ണുവിനെ ഉപദ്രവിക്കാൻ ഇല്ലാണ്ടാക്കുക. പക്ഷെ ഒന്നോർത്തു, ദച്ചു വിഷ്ണുവിൻ്റെ പെണ്ണ, മറന്നു പോരുത്. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ ഇറുക്കി തുടച്ചവൾ പുറത്തേക്ക് ഇറങ്ങി. ദച്ചുവിൻ്റെ വാക്കുകൾ അനിയെ തളർത്തിക്കളഞ്ഞിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ തകർന്നിരുന്നു. ഒരു നിമിഷത്തെ അബദ്ധത്തിൽ ചെയ്തു പോയതാണ്. ഭഗവാനെ, തെറ്റ് ചെയ്തു പോയില്ല. അവൻ മനസ്സിൽ കരയുകയായിരുന്നു. എൻ്റെ വിഷ്ണുവേട്ടനൊന്നും വരുത്തില്ലേ. എല്ലാ സങ്കടങ്ങളും ഇല്ലാണ്ടായി. സന്തോഷം അറിഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ദുഃഖങ്ങൾ മാത്രം രുചിച്ച് തീരാൻ ജനിച്ചൊരു ദുഃഖപുത്രിയാണോ ഭഗവാനെ ഞാൻ? കരഞ്ഞു തീരാൻ മാത്രം വിധിക്കപ്പെട്ടവൾ, സമാധാനം വിധിച്ചിട്ടില്ലാത്തവൾ. കണ്ടു കൊതി തീരുന്നതിന് മുന്നേ അച്ഛനെ കൊണ്ടുപോയി. പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടും പട്ടിണിയും തന്നെ. ദാരിദ്ര്യത്തിലും പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ച മുഖം ഇന്ന് അപകടത്തിൽ പെട്ടിരിക്കുന്നു. എന്തു പറ്റിയെന്നും പോലും അറിയാതെ ഞാൻ ആളെ തിരഞ്ഞെടുക്കുന്നു. എരിഞ്ഞു തീരാനായിരുന്നെങ്കിൽ എന്തിനാണ് ദൈവമേ ഇങ്ങനെ ഒരു ജന്മത്തിനെ പടച്ചു വിട്ടത്? തിരികെ വിളിച്ചുകൂടായിരുന്നു? കരഞ്ഞു തളരുമ്പോഴെല്ലാം കയറി പിടിക്കാൻ ഒരു കച്ചിത്തുരുമ്പിട്ട് തന്നിരുന്നു. അലച്ചു തല്ലി കൈകാരിട്ടടിച്ചൊരു വിധത്തിൽ കരക്കെടുക്കുമ്പോൾ വീണ്ടും പ്രതിസന്ധികളുടെ കുത്തൊഴുക്കിലേക്ക് തളർന്നു പോയിരിക്കുന്നു കൃഷ്ണ. തുഴഞ്ഞു മടുത്തു പോയിരിക്കുന്നു. പ്രതീക്ഷ കൈവിടാതിരിക്കാൻ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന മുഖം മങ്ങി തുടങ്ങിയിരിക്കുന്നു. അലറിക്കരഞ്ഞു കേട്ട ശബ്ദത്തിൽ നിശ്ചലമായതെൻ്റെ പ്രാണൻ തന്നെയായിരുന്നു. ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടോടാൻ പ്രേരിപ്പിച്ച തിരി അപ്രത്യക്ഷമായിരിക്കുന്നു. കഷ്ടപ്പെടാൻ മടിയില്ല കൃഷ്ണ. പക്ഷെ വഴി തെളിക്കുന്ന ആ തിരിവട്ടം അതെനിക്ക് തിരിച്ചു വേണം. എനിക്കെൻ്റെ വിഷ്ണുവേട്ടനെ തിരിച്ചു തരണം. കാലുകൾക്ക് തളർച്ച നേരിടുന്നു. ഇല്ല, ഇനി ഒരടി നടക്കാൻ വയ്യ. കണ്ണുനീർ കാഴ്ചയെ മൂടുന്നു. ചുറ്റും ഇരുട്ട് മാത്രം. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. തല വെട്ടിപ്പൊളിയുന്നു. ദൈവങ്ങളെ, എൻ്റെ വിഷ്ണുവേട്ടൻ. നിന്ന നിൽപ്പിൽ അവൾ നിലത്തേക്ക് മറിഞ്ഞിരുന്നു. രണ്ട് കൈകൾ അവളെ താങ്ങി നിർത്തുന്നത് അറിഞ്ഞിരുന്നു. പക്ഷെ ആരാണെന്നോ എന്താണെന്നോ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ബോധത്തിൽ ഇരുട്ട് കലരുന്നു. ചുറ്റും കറുപ്പ് പരക്കുന്നത് അറിഞ്ഞു. അവിടെ ചിരിച്ച മുഖവുമായി വിഷ്ണുവേട്ടൻ, എൻ്റെ വെളിച്ചം, ജീവിക്കാനുള്ള പ്രേരണ, ഈ ദച്ചുവിൻ്റെ പ്രാണൻ. മയക്കത്തിലും ആ പെണ്ണ് പിറുവിറുത്തു. വിഷ്ണുവേട്ടൻ പോയി എന്നെ ഒറ്റക്കാക്കി. കണ്ണു തുറക്കുമ്പോൾ ദച്ചു വീട്ടിലായിരുന്നു. ചുറ്റും ജാനകിയമ്മയും ശാരദാമ്മയും കിച്ചു നിന്ന് കരയുന്നു. വിഷ്ണുവേട്ടൻ, ആ പെണ്ണ് മെല്ലെ വിളിച്ചു. അവന് കുഴപ്പമൊന്നുമില്ല മോളെ, മോള് വിഷമിക്കണ്ട. ശാരദാമ്മ സങ്കടത്തോടെ അവൾ നോക്കി പറഞ്ഞു. ഇല്ല, കള്ളം പറയാ നിങ്ങൾ. ഞാൻ കേട്ടതാ എൻ്റെ വിഷ്ണുവേട്ടൻ്റെ കരച്ചിൽ. ഞാൻ കേട്ടതാ. അവനാ അനിയ വിഷ്ണുവേട്ടൻ ഇല്ലാണ്ടാക്കുന്നു പറഞ്ഞത് എന്നോട്. ഞാൻ കാരണമില്ല. എനിക്കായിരുന്നു വാശി. ഞാൻ അധികം സ്വാതന്ത്ര്യം എടുത്തത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. ഞാൻ കാരണം എൻ്റെ വിഷ്ണുവേട്ടൻ. അവൾ അലറിക്കരഞ്ഞ് കണ്ടു നിൽക്കാനാവാതെ കൂടി നിന്നവരെല്ലാം കരഞ്ഞു. അപ്പോഴാണ് അകത്തേക്ക് അനി കയറി വന്നു. ഇറങ്ങിപ്പോ, നീ എന്റെ വിഷ്ണുവേട്ടനെ കൊന്ന്, നീ എന്നെ ഇല്ലാണ്ടാക്കിയത് കാണണ്ടെനിക്ക്. പൊക്കോ. അവൾ അലറിക്കരഞ്ഞുകൊണ്ട് ചുമലിൽ തലയിടിച്ചു. ഞാഞ്ഞിടിച്ചു. അനി അവളെ വട്ടം ചുറ്റി പിടിച്ചു. അവൾ കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷെ അത്രയും ശക്തമായ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്കായില്ല. ഇനി ആരെയാ? എന്നെയാണ് വേണ്ടത്. ഇതൊക്കെ ഒന്ന് തിന്നോ? അവൾ തളർന്നു വീണിരുന്നു. അവൻ അവളെ നെഞ്ചോട് അടുക്കി പിടിച്ചു. ദച്ചു, ഞാൻ പറയുന്നത് കേൾക്കുക. വിഷ്ണു മരിച്ചിട്ടില്ല. അവൻ ജീവനോടെയുണ്ട്. സത്യം, എന്നെ വിശ്വസിക്കേ. ഇല്ല, നീ കള്ളം പറയുക. ഞാൻ കേട്ടതാ. എൻ്റെ വിഷ്ണുവേട്ടൻ ഇരുട്ട് കൊണ്ടുപോയി ഏട്ടനെ എൻ്റെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചു. ആദ്യം അച്ഛൻ പോയ പോലെ ഇപ്പൊ ഏട്ടനും പോയി. ഞാൻ ആർക്കും വേണ്ട. ഒന്നും മിണ്ടുക പോലും ചെയ്തില്ല എന്നോട്. ഒന്നും മിണ്ടാതൊരു പോക്ക്. ഇങ്ങ് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. നല്ല ആട്ടി കൊടുക്കണേ അമ്മായി, നല്ലത് കൊടുക്കണം. ഇങ്ങ് വരട്ടെ. എന്നെ സങ്കടപ്പെടുത്തിയില്ലേ? എന്നോട് മിണ്ടാണ്ട് എന്നെ കൂട്ടാണെങ്കിൽ പോയില്ലേ? പിന്നെ എന്തിനാ ഞാനിവിടെ? നീ കൊണ്ടുപോകണ്ടേ? ഞാൻ ഒറ്റക്കാണെന്ന് അറിയില്ലേ? പച്ചവെള്ളം കൊടുക്കില്ല ഞാൻ. എന്നെ സങ്കടപ്പെടുത്തി. ഇരുട്ട് കൊണ്ടുപോയി. അല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ലോ, അതാ പോയത്. ആ പെണ്ണിന്റെ മനസ്സ് കൈവിട്ട് പോകുന്നറിഞ്ഞ് ചുറ്റുള്ളവർ സ്തബ്ധരായിരുന്നു. ചുറ്റുമുള്ള കണ്ണുകൾ ഈറനണിഞ്ഞു. പിന്നെയും അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുകയും മറ്റു ചിലപ്പോൾ വിങ്ങിക്കരയുകയും ചെയ്തു. അടച്ചിട്ട മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന അവളെ കാണാൻ രണ്ടമ്മമാർ വേദനയോടെ കണ്ണീർ വാർത്തു. പിന്നീടപ്പോഴും അവൾ മൗനത്തിലേക്ക് ഊളിയിട്ടു. അടച്ചിട്ട മുറിയിൽ പ്രകാശമേൽക്കാതെ അവൾ ഒളിച്ചിരിക്കാൻ കൊതിച്ചിരുന്നു. കഥകൾ മേലെ തുറക്കുന്ന കണ്ടാണ് അങ്ങോട്ട് നോക്കിയത്. പ്രകാശം കണ്ണിലേക്ക് പതിച്ചപ്പോൾ അവൾ അസ്വസ്ഥതയോടെ മുഖം തിരിച്ചു. വെളിച്ചത്തെ അവൾ അത്രമേൽ ഭയക്കുന്നതായി തോന്നി. ദച്ചു, താൻ ഇനി മുറിയടച്ചിരിക്കുകയാണോ? അതും ചോദിച്ച് അകത്തേക്ക് വന്ന ആളെ കണ്ടവൾ വെറുപ്പോടെ നോക്കി. തനിക്കിപ്പോഴും വെറുപ്പാണോ എന്നോട്? അവൾ ഇരുട്ടിലും മുഖം പൊഴിയെ തലാഴ്ത്തിയിരുന്നു. താനൊന്ന് പുറത്തേക്ക് പാടോ. പഴയ അനിയല്ല നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. തനിക്കെന്നെ വിശ്വസിക്കാൻ. തൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. താൻ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ ആ അനിയായിട്ട്. ഒരു നോക്കുകൊണ്ട് പോലും തന്നെ അനിയനെ വേദനിപ്പിക്കില്ല. വിശ്വസിക്കടോ. താനൊന്ന് പുറത്തേക്ക് പാടോ.
അതും പറഞ്ഞവൻ അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൾ അവനെ തട്ടിയെറിഞ്ഞ് പുറത്തേക്ക് ഓടിയിരുന്നു. വാതിലിൽ കാല് തട്ടി നിലത്തേക്ക് വീണ അവളുടെ തല തറയിൽ തട്ടി രക്തം വാർന്നു തുടങ്ങിയിരുന്നു. തനിക്ക് ചുറ്റും ഒഴുകി പരക്കുന്ന രക്തം കണ്ട് അവൾ ഭ്രാന്തമായി ചിരിച്ചു. കണ്ണുകൾ പാതിയടയുമ്പോൾ വീണ്ടും ഇരുട്ട് പരന്നിരുന്നു. മനസ്സിൽ കൊണ്ടു നടന്ന രൂപം വീണ്ടും മിഴികളിൽ തെളിഞ്ഞു. പക്ഷേ മുഖത്ത് ചിരിയല്ല, കണ്ണീർ പൊടിഞ്ഞിരുന്നു, പരിഭ്രമം നിറഞ്ഞിരുന്നു. ആശുപത്രി കിടക്കൽ കണ്ണു തുറക്കുമ്പോൾ വീണ്ടും ആ രൂപം മുന്നിൽ. വിഷ്ണുവേട്ടൻ. അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുനീർ അവന്റെ നെഞ്ചിനെ നനച്ചുകൊണ്ടിരുന്നു. അവൾ മുഖമുയർത്തി അവന്റെ മുഖത്ത് നോക്കി. മുറിവ് പറ്റിയ പാടുകൾ, തുന്നിക്കെട്ടലുകൾ. അവൾ അവന്റെ മുഖം കൈക്കുള്ളിലാക്കി ഭ്രാന്തമായി ചുംബിച്ചു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൻ അവളുടെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി. ഞങ്ങൾക്കകത്തേക്ക് പ്രവേശനം ഉണ്ടാവോ? അതും പറഞ്ഞ് മുരടനയ്ക്ക് അകത്തേക്ക് വരുന്ന അനിയേക്കാണ് വിഷ്ണുവിന്റെ മുഖത്ത് വീണ്ടും ചിരി വരുന്നു. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ സമാധാനായോ? എന്റെ പൊന്നു മോളെ, ഇത്രയും സ്നേഹം ഉള്ളിൽ വെച്ചിട്ടാണോ രണ്ടും അലമ്പുണ്ടാക്കി നടന്ന്? ശരിക്കും നിങ്ങളുടെ സ്നേഹം കണ്ട് എനിക്ക് അസൂയ തോന്നിപ്പോയി. വിഷ്ണുവിന് ഒന്നുമില്ലെന്ന് പറയാൻ സമ്മതിക്കണ്ടേ? ബോധമില്ല എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്നറിയോ? വേവലാതിപ്പെട്ട് ഇറങ്ങിപ്പോണ കണ്ട് പന്തികേട് തോന്നിയോ പുറകെ പോയത്. പക്ഷേ ബോധം പറഞ്ഞ് കയ്യിൽ വീണപ്പോ എന്റെ 5-6 കിളികൾ ഒന്നിച്ചങ്ങ് പറന്നുപോയി. അതും പറഞ്ഞവൻ ദച്ചുവിനെ നോക്കുമ്പോൾ വിഷ്ണു പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അന്ന് എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ലടോ. കൈക്ക് ചെറിയോരോ മുറിവ്, പിന്നെ തലയിടിച്ച് വീണോട് തലക്കും ചെറിയ മുറിവ്, പിന്നെ കുറച്ച് പെയിന്റ് പോയി. ശരിക്കും വണ്ടി വെട്ടിച്ചവും മറിഞ്ഞു വീണ വയലേക്കായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പിന്നെ ഈ അപകടം ഉണ്ടാക്കിയ അനിയല്ലടോ. അതൊരു ആക്സിഡന്റ് തന്നെയായിരുന്നു. അനി തന്നെയാ ഹോസ്പിറ്റലിൽ എനിക്ക് കാവലിരുന്നു. എന്തായാലും കഴിഞ്ഞു. ഇനിയൊരു സങ്കടം ഉണ്ടാകാൻ പാടില്ല. അതും പറഞ്ഞവൻ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ നിറഞ്ഞൊഴിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അനി പുറത്തേക്ക് ഇറങ്ങി. അമ്മയുടെ കുട്ടി കരയാണ്. സാരില്ലേ കുട്ടിയെ, നമുക്ക് വിധിച്ച് നമ്മളെ തേടി വരും. അതുവരെ നമുക്ക് നമ്മൾ മതി. സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല അനിക്കുട്ട, അതറിഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റുന്നതാ. ദച്ചു, അത് വിഷ്ണുവിൻ്റെ സ്വത്താ, വിഷ്ണുവിൻ്റെ വരദക്ഷിണ. അതിനെ മോഹിക്കാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് വേണ്ടി ഒരു മാണിക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. അനിയുടെ അമ്മയാണ്. മകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അമ്മ നടന്നു നീങ്ങുമ്പോൾ കുടുംബത്തെ കരക്കടുപ്പിക്കാൻ ഇരുകാലിട്ടടിക്കുന്ന മറ്റൊരു ദച്ചു എവിടെയോ അവളുടെ നല്ല ഭാര്യയെ പ്രതീക്ഷിച്ചിരിപ്പുണ്ടാവുമെന്ന് അവൻ ആശ്വസിച്ചു. അമ്മയുടെ കണ്ണനല്ലേ, നീ കഴിക്കും, അല്ലേ പൊന്നുവിന്റെ അപ്പാപ്പെല്ലാം കാക്കിച്ച് കൊത്തിക്കൊണ്ടോ ഇല്ലേ അച്ഛേ? അതും പറഞ്ഞ് ദച്ചു തിരിഞ്ഞ് വിഷ്ണുവിനെ നോക്കുമ്പോൾ അവളെ നോക്കി കുസൃതി ചിരിയോടെ ജാനകി അമ്മയുടെ മടിയിൽ കിടക്കുകയാണ് വിഷ്ണു. ഒരു കാക്കയും കൊത്തില്ല കണ്ണ, പൊന്ന് പതിയെ കഴിച്ചാൽ മതി. അതിലും വലിയൊരു കുട്ടിച്ചാതനോട് ഓരോരുത്തർ കൊത്തിക്കൊണ്ടുപോകാൻ നോക്കിയതാ. അന്ന് അച്ഛനൊരു സാഹസം കാണിച്ച് പിടിച്ചിരുത്തിയോണ്ടാ ഇന്ന് നീ ഇങ്ങനെ ഓടിക്കളിക്കണേ. അതിലും വലിയ ആപത്തൊന്നും ആർക്കും വരാനില്ല. അതും പറഞ്ഞ് അവൻ കുഞ്ഞിനെ വാരിയെടുക്കുമ്പോൾ വീർപ്പിച്ച് പിടിച്ച മുഖവുമായി ദച്ചു അകത്തേക്ക് പോകുന്ന കണ്ടു. പണി പാളി കുഞ്ഞാ, ഇച്ചിരി കൂടിപ്പോയ. അവൻ കുഞ്ഞിപ്പണിനെ നോക്കുമ്പോൾ കൈകൊണ്ട് വായപ്പത്തി അവൾ ചിരിച്ചു കാണിച്ചു. നമുക്കെന്നാ ദച്ചുവിന്റെ പിണക്കം മാറ്റിയാലോ എന്ന് ചോദിച്ച് അവൻ അകത്തേക്ക് നടക്കും. ആ കുഞ്ഞിക്കൈകൾ തോളിൽ വട്ടം കെട്ടി പിടിച്ച് അവന്റെ കവിളിൽ മുത്തം വെച്ചിരുന്നു. മക്കളുടെ അടിയും വഴക്കൊക്കെയായി ഡബിൾ ഹാപ്പിയിലാണ് ശാരദാമ്മയും ജാനകിയമ്മയും. കിച്ചുവാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞാൽ കുഞ്ഞാവ, അത് കഴിഞ്ഞാൽ സ്കൂൾ എന്ന ലോകത്ത്. ദച്ചുവിനെയും വിഷ്ണുവിനെയും വിവാഹം കഴിഞ്ഞത് വിഷ്ണു നിർബന്ധിച്ച് കിച്ചുവിനെ അമ്മയും കൂടെ കൂട്ടിയിരുന്നു. അനി തന്നെ മാണിക്യത്തെ തേടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. ദച്ചുവിന്റെ ഏറ്റവും നല്ല സുഹൃത്തായി അയാൾ എന്നും ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു.